അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. ചിന്താരിയ മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്,
പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നീക്കുവാവേ. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് അടിമനസ്സിലെ അവിശ്വാസം എന്നുള്ള. അടിമനസ്സിലെ അവിശ്വാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ ദിവസങ്ങൾക്ക് കൈകാര്യം ചെയ്തിരിക്കുന്ന രശ്മി തോമസിൻ്റെ സാക്ഷ്യങ്ങളിൽ ഒരു കാര്യം അടിമനസ്സിലെ അവിശ്വാസമാണ്. ഇവർക്ക് 27 വർഷമായിട്ടുള്ള നടുവിന് രോഗമാണ്, ഭയങ്കര വേദനയാണ്, അവർക്ക് പള്ളിയിൽ പോകാൻ പോലും പ്രയാസമാണ്. പക്ഷേ അവർ രാത്രി വേദനയ്ക്ക് എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ പോയാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് ഇഴഞ്ഞാണ് അവർ വാഷ്റൂമിൽ പോണത്, തിരിച്ചു വരുന്നത് ഇഴഞ്ഞ വരുന്നത്. അപ്പോൾ അവർ സൈക്കിളിൻ്റെ ഭർത്താവിനെ വിളിക്കും, ഇതൊക്കെ എങ്ങനെയാണ് ആശുപത്രിയിൽ പോകണമെന്ന് പറയും. അപ്പോൾ അയാൾ വരുമ്പോൾ താമസിച്ച് പോകും, രാത്രി 11 മണിയാവും. അപ്പോൾ അദ്ദേഹം പറയും നമുക്ക് പോയാലോ എന്ന് പറയുമ്പോൾ അവിടെ പറയും ഇനിയിപ്പോൾ ഡോക്ടർമാരൊന്നും നല്ല ഡോക്ടർമാരൊന്നും കാണത്തില്ല, രാവിലെ പോകാം. അപ്പോൾ അവർക്ക് ബോധം വന്നത് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഉടമ്പടി തൈലം തേച്ചാണ് അവരുടെ രോഗങ്ങളിൽ നിന്നെല്ലാം അവർ മോചിതരാകണത്. കുട്ടികളും പോയി സ്വന്തമായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഉടമ്പടി തൈലം തേക്കാൻ പറ്റാത്തത്? എനിക്കറിയാമല്ല, ഉടമ്പടി തൈലം എന്ന് പറയുമ്പോൾ ഒരു മരുന്നൊന്നും അല്ലത്, അതൊരു വിശ്വാസ പ്രയോഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിക്കുകയും ചെയ്യുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴല്ലേ നമ്മൾ ക്രിസ്തുവിനെ രക്ഷ പ്രാപിക്കണത്. അപ്പോൾ അത് അത്തരം കൊണ്ട് ഏറ്റുപറയുന്ന പോലെ തന്നെ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയും ദൈവന് മരിച്ചെന്ന് ഉയർപ്പിക്കുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിശ്വാസ പ്രയോഗം നടത്തും. വിശ്വാസ പ്രഖ്യാപനമുണ്ട്, വിശ്വാസം പ്രാർത്ഥനയുണ്ട്. വിശ്വാസം ദൈവസന്നിധിയിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് പ്രാർത്ഥനയാകും. വിശ്വാസം ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് വിശ്വാസ പ്രഖ്യാപനമാകും. വിശ്വാസം ഒരു വ്യക്തിയിലോ ഒരു സാഹചര്യത്തിലോ പ്രയോഗിക്കുമ്പോൾ അത് വിശ്വാസ പ്രയോഗമാകും. ഉടമ്പടി തൈലമൊക്കെ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തെറ്റാതെ വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവെ നിങ്ങൾ കുടുംബങ്ങളിലേക്ക് പോകുവാൻ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവാൻ എന്ന് പറഞ്ഞ വിശ്വസിക്കുന്ന കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞില്ലേ? മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളം ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികൾ അതാണ് സംഭവം, അവർ രോഗികളുടെ മേൽ കൈവെക്കും, അവർ സുഖം പ്രാപിക്കും. വിശ്വസിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന അടയാളത്തിൽ ഒന്നാണ് രോഗസൗഖ്യം. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നത് എന്താണ്? യേശു കർത്താവാണെന്ന് അതിനെ കൊണ്ട് ഏറ്റു പറയണം. ദൈവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്നിട്ട് അത് പ്രയോഗിക്കുമ്പോഴാണ് വിശ്വാസ പ്രയോഗം. അതിലാണ് ഈ ഉടമ്പടി തൈലമൊക്കെ തേക്കുമ്പോൾ. പക്ഷേ രശ്മി തോമസ് ഈ ഉടമ്പടി തൈലം എന്തുകൊണ്ട് ഞാനിങ്ങനെ ഉണ്ടെങ്കിലും, ഞാനിങ്ങനെ ഉടമ്പടിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഉടമ്പടി തൈലം അവർ സ്വന്തമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അവർ വിശ്വാസപ്രമാണം ചെല്ലി സ്വന്തമായിട്ട് ഉപയോഗിച്ചു. ആ സെക്കൻഡ് അവർ സൗഖ്യപ്പെട്ടു. ആ സാക്ഷി നമുക്ക് കേൾക്കാം. അവർ നേഴ്സിംഗ് പ്രൊഫസറാണെന്ന് ഓർക്കണം, അല്ല സാധാരണ ലേഡിയല്ല, നേഴ്സുമാരെ പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. പക്ഷെ അവരെ ചെയ്യുമ്പോൾ അവർക്ക് സൗഖ്യം വരുന്നതിൻ്റെ കാരണം ഈ മർക്കോസിൻ്റെ 16:17 അവർ രോഗിയുടെ മേൽ കൈവെക്കും, അവർ സുഖം പ്രാപിക്കും. അവരുടെ കൈവെക്കണമല്ല പ്രശ്നം, വിശ്വസിക്കുന്നതിൻ്റെ കൂടെയാണ്. പക്ഷേ വിശ്വസിക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളുടെ വിശ്വാസത്തിൽ ദൈവം അവിശ്വാസം കണ്ടെത്തരുത്. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. പലരുടെയും വിശ്വാസം ദൈവം, ഇപ്പോൾ ഇവർ തന്നെ ഇത്രയും വലിയ നല്ല ലേഡിയായിട്ട് പോലും അവരൊരു അവിശ്വാസം ഇല്ലായിരുന്ന, അവരുടെ മക്കളൊക്കെ എല്ലാം രോഗപ്പെടുത്തതെല്ലാം ദേശം സുഖപ്പെടുമ്പോൾ ഇവരെന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അവർക്ക് ഒരു അവിശ്വാസം ഉണ്ടാകും അതിനുള്ളിൽ. അതിന്
ചിലർക്കാണ് ഈ അഭിഷേകം ഉള്ളത്, വിശ്വാസ പ്രയോഗത്തിൻ്റെ അഭിഷേകം ഉള്ളവർക്കാണ് ആ ചെയ്യാൻ എളുപ്പം. വിശ്വാസ പ്രയോഗത്തിൻ്റെ അഭിഷേകം ഉണ്ടാകണം. ദൈവം അവരുടെ പ്രയോഗങ്ങളെ അംഗീകരിക്കണം. അത് നമ്മുടെ വിശ്വാസത്തിൽ ദൈവം അവിശ്വാസം കണ്ടെത്തരുത്. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുന്നില്ലേ. ലുക്ക 18:8 എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും. ഭൂമിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ അമേരിക്കയിലൊന്നും അല്ല, മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് വെച്ചാൽ ഭൂമി വിശ്വാസത്തിനുള്ളിൽ അവിശ്വാസം ഉണ്ടാകും. അതിപ്പോഴും ഉണ്ടല്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തിൽ അവിശ്വാസം ഉണ്ടോ എന്ന് നോക്കണം. അത് നിരന്തര ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യമായ അൾത്താരയിൽ സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ യോഗ്യനാക്കിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് വാൾഡിൻ, ഇത് എൻ്റെ ഭാര്യ ഹാംലെറ്റ്. ഞങ്ങൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള നീരോടി എന്ന് പറയുന്ന ഇടവകയിൽ നിന്നുമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരി. അവൾ വന്നിട്ട് വളരെ ദൂരത്ത് ആണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു സ്കൂളിലെ അധ്യാപകനാണ്. എൻ്റെ സ്കൂളിൽ എന്നെ കാണാൻ വന്നിട്ട് എനിക്കൊരു പത്രം കൊണ്ടുവന്ന് തന്നു, കൃപാസന പത്രം തന്നിട്ട് ഒരു വാക്ക് പറഞ്ഞു, ഞങ്ങളൊക്കെ അന്യരാണ്, നിങ്ങൾ അമ്മയുടെ സ്വന്തം മക്കളാണ്, നിങ്ങൾക്ക് അവിടെ ചെന്നാൽ അനുഗ്രഹങ്ങൾ വാരിക്കോരി അമ്മ ചൊരിയും എന്ന് പറഞ്ഞിട്ട് പത്രം തന്നേച്ചും പോയി. അന്ന് രാത്രിയായപ്പോഴേക്കും സ്കൂളിൽ നിന്ന് വീട്ടിൽ പോയി ഉടനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു പത്രം കിട്ടിയത്, നമുക്ക് എങ്ങനെയും കൃപാസനത്തിൽ പോകണം. അതിനു മുമ്പ് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. കൃപാസനം എവിടെയെന്നറിയില്ല, എങ്ങനെ വരണമെന്നറിയില്ല, ഒന്നുമേ അറിയില്ല. ഉടനെ തന്നെ അടുത്ത ദിവസം അടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ സെൻ്ററിൽ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാനും മക്കളും വീട്ടിൽ നിന്ന് രാത്രി 1 മണിക്ക് തിരിച്ചു. ട്രെയിനിൽ ആട്ടോ പിടിച്ച് വന്ന് ട്രെയിനിൽ വന്ന് ഇവിടെ 7 മണിക്ക് മുമ്പ് ഇവിടെ എത്തി. ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ചെന്നപ്പോഴേക്കും ഞങ്ങൾക്ക് 2 പേർക്ക് എടുക്കാൻ പറ്റില്ല, ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് 3/5/2022 ഉടമ്പടി എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഉടമ്പടി എന്ന് പറയുന്നത് ജീവിത അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു ഏണിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം നമ്മളുടെ ജീവിത രീതികൾ മുഴുവനുമായിട്ട് അങ്ങനെ മാറും. നമ്മൾ ആയിരുന്ന അവസ്ഥയിൽ നിന്നും ഒരു പുതിയ അനുഭവത്തിലോട്ട് നമ്മൾ കടന്നു വരും. യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയായി മാറുന്നത് ഒരു ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോഴാണ്. അങ്ങനെ ഈ ഉടമ്പടി എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി. ജീവിത മേഖലകളിൽ, കുടുംബത്തിൽ, എവിടെ നോക്കിയാലും ഒരു സമാധാനം, സംതൃപ്തി, ഒന്നിനും ഒരു ഭയമില്ല, ഒരു പ്രയാസമില്ല. ജീവിതത്തിൽ എന്തൊക്കെയോ ഉണ്ട്, ആരൊക്കെയോ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു തോന്നലും ഒരു കരുതലും അതൊക്കെ നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധനകളിലൂടെയാണ്. ഓരോ ആഴ്ചകളിലും ആരാധനകൾ കൂടുമ്പോൾ നമ്മൾ ഒരു ബൂസ്റ്റ് കിട്ടിയതുപോലെ നമ്മൾ ശക്തി പ്രാപിക്കുന്നു കൂടുതൽ. ഇനി ഞാൻ എൻ്റെ സാക്ഷ്യത്തിലോട്ട് വരാം. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 3/5/2022 അപ്പോൾ വരുമ്പോൾ ഒരു നിയോഗവുമില്ല, ഒന്നുമേ ഇല്ല. എന്തെന്നറിയില്ലല്ലോ. ഇവിടെ വന്നിട്ടാണ് നിയോഗം എന്തെന്നുള്ളതിനറിയാം. നിയോഗമെല്ലാം എഴുതി വെച്ചു. നിയോഗം നമ്മൾ എഴുതുന്നതിലല്ല പ്രാധാന്യം. നിയോഗം നമ്മൾ എഴുതിയാലും പരിശുദ്ധ അമ്മയ്ക്ക്, തിരുക്കുമാരനറിയാം നമുക്ക് എന്താണ് ആവശ്യമെന്നുള്ളത്. നമുക്ക് എന്താവശ്യമോ അത് അതാത് സമയങ്ങളിൽ കൃത്യമായിട്ട് നടക്കും. അങ്ങനെ എനിക്ക് ഇവിടെ ഉടമ്പടിക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു 5 വർഷത്തോളം കുറുക്കിന് ഭയങ്കരമായിട്ടുള്ള ഒരു ബാക്ക് പെയിൻ. അപ്പോൾ ഞങ്ങൾ അവിടെ ഹിംസ് ആശുപത്രിയിലാണ് പോയത്. ആശുപത്രിയിൽ പോയി അവിടെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു L4 എന്ന് പറയുന്ന ഡിസ്ക് കുറച്ചൊക്കെ തള്ളി നിൽക്കുകയാണ്, അതിൻ്റെ പാതയിൽ നിന്നും വ്യതിചലിച്ച് നിൽക്കുന്നുണ്ട്, മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 മാസത്തോളം മരുന്ന് കഴിച്ചു. ഒരു കുറവുമില്ല.
ഇതേപോലെ നിൽക്കാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ കാല് വന്നിട്ട് കഴിക്കും, മരവിച്ച് വരും, പിന്നെ അവിടെ ഇരിക്കണം. അങ്ങനെ ഒരു അവസ്ഥയാണ്. മരുന്ന് കഴിച്ചിട്ട് ഒരു മാറ്റവുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് 2 ആഴ്ച കൂടെ ഒരു മരുന്ന് കഴിക്കാം, മാറ്റിത്തരാം. അങ്ങനെ 2 ആഴ്ചത്തേക്ക് വീണ്ടും വേറെ മരുന്ന് മാറ്റി തന്നു. അതിലും ഒരു ഇതുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഇതിൽ സർജറി അല്ലാതെ വേറെ ഒന്നുമേ ഇല്ല. അപ്പോൾ കുറുക്കിൽ നട്ടലിൽ സർജറി എന്ന് പറയുമ്പോഴേ ഞങ്ങൾക്ക് അതൊരു പ്രയാസമായി, സർജറി വേണ്ട. അപ്പോൾ അങ്ങനെ നിർത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ വന്നിട്ട് നിങ്ങൾ വന്നിട്ട് SCT ചിത്രയിലോട്ട് ഞാൻ റെഫർ ചെയ്യാം, നിങ്ങൾ അവിടെ പോയി സർജനെ കാണുക എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ പോയില്ല. പോയാൽ തീർച്ചയായിട്ടും സർജറി നടത്തും. പോയില്ല, നേരെ പോയത് ഹോമിയോ ഡോക്ടറെയാണ് പോയി കണ്ടത്. അങ്ങനെ ഹോമിയോ ഡോക്ടറുടെ അടുത്ത് ഒരു 6 മാസത്തോളം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഒരു കുറവുമേ ഇല്ല. അത് അങ്ങനെ തന്നെ അതേപടി തന്നെ ഇരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്ത് ആയുർവേദ മരുന്ന്, അത് 1 വർഷം ആയുർവേദ മരുന്നെടുത്ത്, അതിലും ഒരു കുറവുമില്ല. ഇങ്ങനെ മരുന്നുകൾക്ക് ഒരു കുറവുമില്ല, എന്ന രോഗത്തിനും ശമനമില്ല. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്നത്. അപ്പോഴേ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം മരുന്നുകളെല്ലാമേ മാറ്റിവെച്ചിട്ട് ഉടമ്പടി വസ്തുക്കളായ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും എല്ലാ ദിവസവും മരുന്നിന് പകരമായിട്ട് അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. വിശുദ്ധ തൈലം രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പും ആ ബാക്ക് പെയിനുള്ള ആ സ്ഥലത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങളത് വിശുദ്ധ വസ്തു പുരട്ടുമായിരുന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് ഉണ്ടായിരുന്ന ഒരു ഫീലിങ്ങേ ഇല്ല, ഓർമ്മയേ ഇല്ല. ഇങ്ങനെ ഒരു സാധനം നമുക്ക് ഉണ്ടായിരുന്നെന്നുള്ള ഒരു ഓർമ്മ പോലുമില്ല. മുഴുവനുമായിട്ട് അത് മാറിയിരിക്കുന്നു. അങ്ങനെ പിന്നീട് ഞങ്ങൾ ഇതുവരെയും ഏകദേശം ഇപ്പോൾ 3 വർഷത്തിന് മുകളിലായി, ഇതുവരെയും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇതുവരെ വന്നിട്ടുമില്ല. ഒരു കാലിലൊരു വേദനയായിട്ട് ഇതുവരെയും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുമില്ല. അത് തീർച്ചയായിട്ടും നമ്മുടെ ഉടമ്പടി വസ്തുക്കളിലൂടെ പരിശുദ്ധ അമ്മ വഴിയായിട്ട് പുത്രൻ തമ്പുരാൻ തന്ന അനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് 20 വർഷത്തിന് മുകളിലായിട്ട് സീസണിൽ വരുന്നത് പോലെ മഴ സമയം വരുമ്പോഴൊക്കെ ജലദോഷം, ഈസ്നോഫിലിയ ഇങ്ങനത്തെ രീതിയിൽ അങ്ങനെ കടന്നു പോകും. അത് ജലദോഷത്തിന് ഒരു മാറ്റമെന്നുള്ളതില്ല, തുടർന്ന് അങ്ങനെ നിൽക്കും. തീരും, അടുത്ത ആഴ്ച വീണ്ടും തുടങ്ങും, അത് തീരും, അങ്ങനത്തെ രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം 20 വർഷത്തിന് മുകളിലായിട്ടുണ്ടായിരുന്നതായ ആ അലർജിയുടെ അസ്വസ്ഥതകൾ പൂർണ്ണമായും മാറി. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം, ഞാൻ ഉടമ്പടി എടുത്തത് 11/5/2024 ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെയും അങ്ങനെയുള്ള ഒരു അസ്വസ്ഥത ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദികൾ അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായിട്ട് തമിഴ്നാട്ടിൽ വന്നിട്ട്, കേരളത്തിൽ വന്ന് KTET ആണ്, തമിഴ്നാട്ടിൽ TNTET എന്ന് പറയുന്ന ഒരു എക്സാമാണ്. അത് 3 വർഷം തുടർച്ചയായിട്ട് എഴുതിയതാണ്. ഞാനല്ല, എൻ്റെ വൈഫാണ്. 3 വർഷം തുടർച്ചയായിട്ട് എഴുതിയിട്ടുമേ മുഴുവനും പഠിച്ച് ഫുള്ളായിട്ട് എല്ലാ ദിവസവും പഠിക്കും, അതിന് ട്രെയിനിങ് ക്ലാസ്സിന് പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് പരിശീലനത്തോടു കൂടി പോയപ്പോഴേ 3 വർഷവും ഫെയിലായി, മാർക്ക് വളരെ കുറവായിരുന്നു. എന്നാലിപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന എക്സാമിന് ബുക്ക് ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല. ചോദിച്ചാൽ പറയും, ഇത് നമ്മുടെ കഴിവല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ആ ഒരേ ഒരു വാക്ക്. അങ്ങനെ അമ്മയിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ട് 2 മാസത്തിന് മുമ്പ് നടന്ന എക്സാം എഴുതാനായിട്ട് പോയി. എക്സാം എഴുതുന്ന അവസരത്തിൽ ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് അത് ആൻസർ ചെയ്യാനായിട്ട്, ഇപ്പോൾ അവൾ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഉള്ളിൽ നിന്നും ഇതാണ് ആൻസർ എന്നുള്ള ഒരു പ്രചോദനം ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ആൻസർ കറക്റ്റായിട്ട് ചെയ്തു. 75 മാർക്കാണ് അവിടെ പാസ് മാർക്ക്. എന്നാൽ 84 മാർക്ക് നൽകി പരിശുദ്ധ അമ്മ വളരെയധികം ഒരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത്. അടുത്തതായിട്ട് ജീവിത പങ്കാളിക്ക് തന്നെ
പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് അത് അങ്ങനെ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു ഇതേ ഇല്ല. അത്രയ്ക്കും വളരെ മുഴുവനുമായിട്ടത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞു, ഉടമ്പടി എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. സ്വർഗത്തിലേക്കുള്ള ഏണിയാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഉടമ്പടിയിൽ കടന്നു വന്നതിന് ശേഷമാണ് കൂദാശ ജീവിതം മുഴുവനായിട്ട് അത് പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിച്ചത്. 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ കുമ്പസാരിക്കുക, എല്ലാ ദിവസവും ആദ്യ കുർബാനയിൽ പങ്കെടുക്കുക, കുർബാന സ്വീകരിക്കുക, ഇങ്ങനെ ജീവിത ശൈലി തന്നെ ഉടമ്പടിക്ക് ശേഷം അങ്ങ് മാറി. പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ് അതിനുശേഷം മുഴുവനായിട്ട്. കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ആയാലും അതിന് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ നൽകി ഞങ്ങളെ അനുദിനം കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ സ്നേഹമാണ് ഞങ്ങൾ ഉടമ്പടിയിലൂടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ, ജീവിത പങ്കാളി ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധ അമ്മയെയും തിരുക്കുമാരനെയും കാണുവാനിടയായി. അത് കണ്ടതിന് ശേഷം ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ, പ്രാർത്ഥനാ ജീവിതത്തിലും കൂദാശ ജീവിതത്തിലും മുഴുവനും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. അതേപോലെ സുഗന്ധാഭിഷേകം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഗന്ധാഭിഷേകം വരിക, അത് ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാനത് അത്രയ്ക്കും വിശ്വസിച്ചിട്ടില്ല. എന്നാൽ അത് അനുഭവത്തിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പരിശുദ്ധ അമ്മ എന്തുമാത്രം നമ്മളോട് കരുതലുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ പത്രങ്ങൾ ഞങ്ങൾ വാങ്ങിച്ച്, ഞങ്ങൾ കുടുംബം മുഴുവനുമേ ഉടമ്പടി ജീവിതത്തിലാണ് നയിക്കുന്നത്. പത്രങ്ങൾ വാങ്ങിച്ച് തമിഴ്നാട്ടിൽ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുന്ന എത്ര ദൂരത്തിൽ പോകാൻ പറ്റുമോ അവിടേക്കെല്ലാം പത്രങ്ങൾ കൊണ്ട് കൊടുക്കും. പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ ചിലർ ഉടമ്പടി എടുത്തിട്ട് പത്രങ്ങൾ കൊണ്ട് ഇട്ടിട്ട് പോകും. അതെല്ലാം പിറക്കി എടുത്ത് അതിനെയും കൊണ്ട് കൊടുക്കും. ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നു. അടുത്ത കാരുണ്യ പ്രവൃത്തികളാണെങ്കിൽ അവിടെ പൊതിച്ചോറ് കെട്ടി ആഴ്ചയ്ക്ക് ഒരിക്കൽ ഞങ്ങൾ കൊണ്ട് കൊടുക്കുമായിരുന്നു. ആശുപത്രികൾ സന്ദർശനം, രോഗി സന്ദർശനം, പിന്നെ വൃദ്ധസദനങ്ങൾ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരവും മരുന്ന് എന്നിവ എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയും ഉടമ്പടി വിശുദ്ധ വസ്തുക്കളും ജീവിതത്തിൽ ഒരിക്കലും ഏത് പ്രതിസന്ധി വന്നാലും ഞങ്ങൾ ഈ ഉടമ്പടി ജീവിതത്തിൽ നിന്നും ഒരിക്കലും പിന്മാറുകയില്ല എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഈ ഉടമ്പടി സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 15-ാം തിരുവചനം അരുളി ചെയ്യുന്നു: ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. ഇവിടെ വാൽഡിൻ എന്ന മകനും ഭാര്യയും ഉടമ്പടി അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ കൃപാസനത്തിലേക്ക് വരുന്നത് എങ്ങനെ? ഒരു കൃപാസന പത്രം കിട്ടി. ദൂതന്മാർ പറഞ്ഞതുപോലെ ഇതെന്താണെന്നൊന്ന് നമുക്കറിയാം, നമുക്കൊന്ന് പോയി കാണാം. അങ്ങനെ അവർ ആ കൃപാസന പത്രം കിട്ടിയ ഉടനെ കൃപാസനത്തിലേക്ക് വരികയാണ്. നമ്മിലും എത്രയോ പേര് ഇതേപോലെ ഒരു കൃപാസന പത്രം ആരെങ്കിലും തന്നിട്ട് ആ കൃപാസന പത്രം ലഭിച്ചതുവഴി പരിശുദ്ധ അമ്മയുടെ കൈ നമ്മുടെ അടുത്തേക്ക് നീണ്ടുവരികയാണ്. അതുവഴി നാം ഇവിടെ എത്തിയവരുണ്ടാകാം. നാം കൊടുത്ത കൃപാസന പത്രത്തിലൂടെ വന്ന എത്രയോ വ്യക്തികളുണ്ടാകാം. അപ്പോൾ പിന്നീട് കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് പോയി കാണാം എന്ന് ദൂതന്മാർ പറയുകയും പിന്നെ അവരുടെ ജീവിതത്തിൽ ദൂതൻ അവരോട് പറഞ്ഞതെല്ലാം അവർ പിന്നെ മറ്റുള്ളവരെ അറിയിക്കുകയാണ്. എങ്ങനെയാണ് തങ്ങളോട് ദൂതൻ സംസാരിച്ചത് എന്നുള്ളത്. ഇന്ന് ഈ കുടുംബം ഇവിടെ നിന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ അവർ ഉച്ചസ്ഥിരം ഉദ്ഘോഷിക്കുകയാണ്, ഞങ്ങൾക്ക് പറയാതിരിക്കാനാവില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചത് അത്രയേറെ കരുതലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി വഴി ഈശോ ഞങ്ങൾക്കായി നീട്ടിത്തന്നിരിക്കുന്നതെന്ന്. സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് ഉടമ്പടി എന്ന് പറഞ്ഞാണ് വാൽഡിൻ എന്ന ഈ മകൻ തൻ്റെ സാക്ഷ്യം തുടങ്ങുന്നത് തന്നെ.
ഇതൊക്കെ ഓരോരുത്തർക്കും കിട്ടുന്ന ബോധ്യങ്ങളാണ്. നാം ഇവിടെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതല്ല, നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഉടമ്പടി ധ്യാനത്തിലൂടെ അത്രയേറെ ആഴപ്പെട്ട ഒരു ഓരോ ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് നാം ഓരോരുത്തരും മാറുകയാണ്. ക്രൈസ്തവ ജീവിതം എന്നാൽ എന്താണ്, ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം, ഇത് മാത്രമാണ് ഇന്ന് ഈ മകൻ ഇവിടെ പങ്കുവെച്ചത്. അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ ഒത്തിരിയേറെ രോഗസൗഖ്യങ്ങൾ വർഷങ്ങളായിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാറുന്നത് എന്തേ? നമുക്ക് ഇന്ന് നാമും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ? നമുക്കും ഇത് കിട്ടണ്ടേ? നമുക്കിവിടെ ഇരുന്ന് തീഷ്ണതയോടെ ഓർക്കാം, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമൊക്കെ ഒത്തിരിയേറെ ഊർജ്ജസ്വലതയോടെ ചെയ്ത് മടിച്ചല്ല, ഇതെൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് എന്നുള്ള ഒരു തീഷ്ണതയോടെ നമുക്ക് ഓടി നടക്കാം. അങ്ങനെ കർത്താവിനെ നേടുന്നവരാകാം, കർത്താവിനെ കൊടുക്കുന്നവരാകാം. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ അൽത്താരയിൽ നിന്നും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അൽത്താരയിൽ നിന്ന് അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് കൃപാസന മാതാവിന്, ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് നീതു. ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നാണ്. എൻ്റെ മകൻ ഇമ്മാനുവേൽ, എൻ്റെ മകൻ ഇത് ഇമ്മാനുവേലാണ്. ഇവന് കിട്ടിയ ഒരു രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതെൻ്റെ അമ്മായിയമ്മയാണ്. ഇതെൻ്റെ മൂത്ത മകൾ ഇവാന. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 അതിനുശേഷം ഞാൻ 2023 എനിക്ക് കുടുംബമായിട്ട് UK പോകാനായിട്ട് സാധിച്ചു. ഞാൻ അവിടെ എത്തിയതിന് ശേഷം 2024 ഒരു വർഷത്തിന് ശേഷം ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഞാനൊരു ഹോം കെയറായിട്ടാണ് അവിടെ ജോലിക്ക് പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ടൊക്കെ പോകണമെങ്കിൽ ബസ്സിലാണെങ്കിലും 1 മണിക്കൂർ 2 മണിക്കൂർ യാത്ര ചെയ്താണ് പോകേണ്ടത്. അപ്പം ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണം, ഇനി മുന്നോട്ട് എങ്ങനെ? ഞങ്ങളുടെ കമ്പനി ആണെങ്കിലും ഒരു സപ്പോർട്ടുള്ളൊരു കമ്പനി ആയിരുന്നില്ല. നമുക്കൊരു ലീവ് കിട്ടണമെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ആരെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്താലാണ് അത്യാവശ്യത്തിന് ലീവൊക്കെ തരൂ. അപ്പോൾ അങ്ങനെ തരത്തിലൊരു കമ്പനി ആയിലാണ് ഞാൻ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വളരെ ഒരു വിഷമത്തിലായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഒരു കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അതിൽ മാതാവിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു ഒരു ആശ്വാസത്തിന്. അപ്പോൾ എനിക്ക് കിട്ടിയ വചനഭാഗം യെശയ്യാ 7:14 യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് വളരെയേറെ അതിശയമാണെന്ന് തോന്നിയത്. കാരണം ഇത്ര മാത്രം എൻ്റെ ജീവിതവുമായി അടുത്ത് നിൽക്കുന്ന ഒരു വചനഭാഗം എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് വളരെ ധൈര്യം തോന്നി. അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിനുള്ളൊരു തെളിവായിട്ടാണ് എനിക്കത് തോന്നിയത്. അങ്ങനെ ഞാൻ ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോയി. അപ്പോൾ ഈ വചനം അനുസരിച്ച് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്കിനി അവിടങ്ങളിൽ നമുക്ക് സ്കാനിങ്ങിൽ 5-ാം മാസത്തിൽ അറിയാൻ പറ്റും ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. അപ്പോൾ ഈ ഒരു വചനഭാഗം അനുസരിച്ച് എനിക്ക് മനസ്സിലായി ഇത് ഈശോ തരുന്നത് എനിക്ക് ആൺകുട്ടിയാണെന്നും. അപ്പോൾ ആ പറഞ്ഞതനുസരിച്ച് തന്നെ ഞാൻ പേരിടാനും തീരുമാനിച്ചു. അങ്ങനെ മകൻ ജനിച്ചപ്പോൾ ഞാൻ അവന് ഇമ്മാനുവേൽ എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആശുപത്രിയിൽ ആദ്യത്തെ സ്കാനിങ്ങിന് പോയി. അപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിന് പോയ സമയത്ത് ആദ്യമൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും സ്കാനിങ്ങിന് പോകുമ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് വയറിൽ കുരിശ് വരയ്ക്കുകയും വിശ്വാസ പ്രമാണം പറഞ്ഞ് തൈലം വെച്ച് കുരിശ് വരയ്ക്കുകയും പിന്നെ ഉപ്പിട്ട് വെള്ളം കുടിക്കുകയും അതുപോലെ ഉപ്പ് സ്കാനിങ് റൂമിലൊക്കെ ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് വിതറിയിട്ടാണ് ഞാൻ എപ്പോഴും കയറാറുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ സ്കാനിങ്ങിന് പോയി. അപ്പോൾ അതിന് മുന്നേ ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു. കാരണം 2-3 ബസ് കയറണം, സ്പീഡിൽ നടക്കണം. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് നല്ല പേടിയുണ്ട്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഇത് എൻ്റെ വയറ്റിലാണെങ്കിലും ഞാൻ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുവാണ്, അമ്മ തന്നെ കുഞ്ഞിനെ നോക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ അമ്മയെ ഏൽപ്പിച്ചത്. അങ്ങനെ ഓരോ ആദ്യത്തെ സ്കാനിങ്ങിന് പോയി, കുഴപ്പമില്ല. രണ്ടാമത്തെ സ്കാനിങ്ങിന് ചെന്നപ്പോൾ അവർ പറഞ്ഞത് കുഞ്ഞ് ഭയങ്കര മൂവ്മെൻ്റ് ആയതുകൊണ്ട്
അവൻ്റെ വലത്തെ കിഡ്നി കാണാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സ്കാനിങ് കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് സാധാരണയാണ്, ചിലപ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല, അടുത്ത സ്കാനിങ്ങിൽ അത് കാണാനായിട്ട് അങ്ങനെ നടക്കാറുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അടുത്ത സ്കാനിങ്ങിന് ഞാൻ പോയി. അമ്മ മാതാവുള്ളതുകൊണ്ട് തന്നെ വലിയ ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും അടുത്ത സ്കാനിങ്ങിൽ എനിക്കത് കാണാൻ പറ്റും, വലത്തെ കിഡ്നി കാണാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിച്ച് ഞാൻ പോയി. അങ്ങനെ അവിടെ ചെന്ന് സ്കാനിങ് ചെയ്തു. ഡോക്ടർ നന്നായിട്ട് നോക്കി. ഇടത് ഭാഗത്ത് നോക്കുമ്പോഴെല്ലാം ഒരു ബ്ലഡും റെഡ് കളറും ബ്ലൂ കളറും വെയിൻസ് നമുക്ക് കാണാൻ സാധിക്കും. വലതുവശത്ത് വെച്ച് നോക്കുമ്പോൾ ഫുള്ള് ഡാർക്കാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് വലതുവശത്തെ കിഡ്നി ഡെവലപ്പ് ആയിട്ടില്ല, ഇടതുവശത്ത് മാത്രമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുട്ടികൾ ഒരു കിഡ്നിയുള്ള കുട്ടികൾക്കും നോർമൽ സാധാ കുട്ടികളെ പോലെ തന്നെ അവരും ജീവിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല, പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ചോദിക്കണമെന്ന് തോന്നി, ഇനി സ്കാനിങ്ങുകളുണ്ടല്ലോ, നമുക്ക് ഇനി കാണാൻ പറ്റുമോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒരു ടിഷ്യൂ അവിടെ ഉണ്ടായി, ആ ഒരു ടൈമിൽ ഉണ്ടായിട്ടാണ്, അതിൽ നിന്നാണ് പുതിയൊരു കിഡ്നി അത് ഉണ്ടാകുന്നത്, ആ ഒരു ടൈമിലാണ് അത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി അത് ഉണ്ടാകാനായിട്ട് ഉണ്ടാകില്ല എന്ന് തന്നെ ഡോക്ടർ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ സ്കാനിങ്ങിൽ അവർ തന്നെ പറഞ്ഞു ഇത് ആൺകുട്ടിയാണ്. അപ്പോൾ ആൺകുട്ടി ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻ കേസ് പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻസൊക്കെ വളരുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ നിന്നെ ഏൽപ്പിച്ച കുഞ്ഞല്ലേ, പിന്നെ എന്ത് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞു. നമുക്കറിയാം 2 കിഡ്നിയുള്ള കുട്ടികൾ ഉള്ള ആൾക്കാർക്ക് പോലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു കിഡ്നിയുള്ള കുഞ്ഞിന് ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഞാൻ കരഞ്ഞ് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു. അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ എല്ലാ ഉടമ്പടി ധ്യാനത്തിലും ഞാൻ കരഞ്ഞ് തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ എല്ലാ ദിവസവും ഉടമ്പടി തൈലം വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ അതിൽ നിയോഗം പറയുന്നത്, അമ്മേ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ വലത്തെ കിഡ്നി തരണേ എന്നാണ്. സത്യം പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, ഇനി അതവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനേ തോന്നിയുള്ളൂ. ഞാൻ അമ്മയോട് തന്നെ പറഞ്ഞു, അമ്മ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ വലത്തെ കിഡ്നി അമ്മ തരണം എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചകൾ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കുരിശ് വരച്ച് എല്ലാ ദിവസവും ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും വളരെ പ്രതീക്ഷയോടെയാണ് പോയിരുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്കാനിങ് ആയപ്പോഴും റിപ്പോർട്ട് വരുന്നതെല്ലാം റൈറ്റ് കിഡ്നി ഇല്ലയെന്ന് തന്നെയാണ്. അങ്ങനെ അവർ ഞങ്ങൾക്ക് സിസേറിയൻ്റെ ടൈം ലാസ്റ്റ് എനിക്ക് സിസേറിയൻ ആയിരുന്നു. മാർച്ച് 1 എൻ്റെ ഡെലിവറി ഡേറ്റ്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ റൂമിൽ കൊണ്ടുവന്നു. അപ്പോഴും ഞാൻ ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാൻ അവൻ്റെ വലത് സൈഡിലായിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ഇനി കുഞ്ഞിനെ നമുക്ക് ഫോളോ അപ്പിനായിട്ട് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് തരും. അപ്പോൾ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറ്റ് കാര്യങ്ങളൊക്കെ, ഒരു കിഡ്നി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പല ഡയറ്റും കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ ഫുഡ് കൊടുത്തുകൂടാ, അപ്പോൾ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ വിഷമത്തോടെ തന്നെയാണ് വീട്ടിൽ പോയതെങ്കിലും ഈശോയുടെ ഹിതം അല്ലേ നിറവേറട്ടെ എന്നുള്ള രീതിയിൽ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി. വീട്ടിൽ ആണെങ്കിലും ആരാധന സമയത്ത് മോനെ ഞാൻ ആരാധന ടൈമിൽ കാണിച്ച്, അച്ഛൻ ആരാധന സമയത്ത് ആ ഒരു പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവനെ കാണിച്ച് തന്നെ ഞാൻ പ്രാർത്ഥിക്കും. ഉടമ്പടി തൈലം കുരിശ് വരച്ച് വലത് സൈഡിൽ വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവന് ഏപ്രിൽ 7-ാം തീയതി, മാർച്ച് 1 അവൻ ജനിച്ചത്. ഏപ്രിൽ 7-ാം തീയതി അവന് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് തന്നു. സമയം 2:40 തന്നെയായിരുന്നു. പക്ഷെ അന്ന് ഞാനത് നോട്ട് ചെയ്തില്ല. ഞങ്ങൾ അന്ന് സ്കാനിങ്ങിന് പോയി. ഞാൻ അതിന് മുന്നേ അവനൊരു വാക്സിൻ എടുക്കാനുണ്ട്, BCG വാക്സിൻ എടുക്കാനായിട്ട് പോയ സമയത്ത് അവർ ചോദിച്ചു കുഞ്ഞിന് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് വളരെ എനിക്ക് കണ്ണ് നിറഞ്ഞു. ഞാൻ ആ ഫില്ല് ചെയ്യുമ്പോൾ ഒരു കിഡ്നി ഇല്ല എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പോൾ എനിക്കത് ഓർത്തപ്പോൾ വളരെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, മാതാവ് ഇങ്ങനൊരു അവസ്ഥ ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഞാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരവസ്ഥ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഫോം ഫില്ല് ചെയ്തത്.
അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് പോയി. അന്നും ഇതുപോലെ തന്നെ അവന് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. എപ്പോഴും ഈ കാശ് രൂപ എൻ്റെ കയ്യിൽ, ഞാൻ എവിടെ പോയാലും ഇത് മുറുകെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അമ്മ എൻ്റെ കൂടെ വരണം, എന്ത് ചോദിക്കുമ്പോഴും എന്തിനു വേണം അമ്മ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ അമ്മേനെ എങ്ങനെ പിടിക്കുന്നു അതുപോലെയാണ് ഞാൻ കാശ് രൂപവും കൊണ്ട് എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ സ്കാനിങ്ങിനും ഞാൻ മകനെ കൊണ്ടുപോയി. അപ്പോൾ ഞാനതിന് മുന്നേ ഹസ്ബൻഡിനോട് പറയാറുണ്ട്, ഞാനിങ്ങനെ നമ്മൾ അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട്, രോഗസൗഖ്യം കിട്ടുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു ഇല്ലാത്തൊരു അവയവം എങ്ങനെയാ ആ ഒരു സാക്ഷ്യം ഞാൻ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഒരു സാക്ഷ്യം ഞാൻ എങ്ങനെ കണ്ടു. ജന്മന യൂട്രസ് ഇല്ലാത്തൊരു കുട്ടിക്ക് ഉടമ്പടിയിലൂടെ ഈശോ യൂട്രസ് നൽകിയതായിട്ട് ഞാനൊരു സാക്ഷ്യം കാണാനിടയായി. അത് കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. എന്തായാലും ഈശോയ്ക്ക് ഒന്നും അസാധ്യമല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിൻ്റെ ലാസ്റ്റ് സ്കാനിങ്ങിന് പോയി. അവിടെ ചെന്ന് അവർ കുഞ്ഞിനെ അവിടെ കിടത്തി. ഞാൻ ഈ കാശുരൂപം മുറുകെ പിടിച്ചു. ഉടമ്പടി ഉപ്പ് അവിടെ അടുത്തായിട്ട്, കുഞ്ഞിൻ്റെ അടുത്തായിട്ട് തന്നെ ഞാൻ അവിടെ വിതറി. അങ്ങനെ അവർ ചോദിച്ചു ഏത് കിഡ്നിയാണ് ഇല്ലാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വലതുഭാഗത്താണ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്കെങ്കിൽ വലതുഭാഗത്ത് ആദ്യം നോക്കാം എന്താണെന്നുള്ളത് നോക്കിയിട്ട്. അങ്ങനെ അവർ നോക്കിയ സമയത്ത് അവിടെ അവർ പറഞ്ഞു, വളരെ സന്തോഷത്തോടെ തന്നെ അവർ പറഞ്ഞത് കുട്ടിയുടെ റൈറ്റ് കിഡ്നി ഇവിടെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അടുത്ത സൈഡ് അവർക്ക് ലെഫ്റ്റ് സൈഡ് നോക്കിയപ്പോൾ രണ്ട് ഭാഗത്ത് നമ്മളപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ ആ ബ്ലൂവും റെഡ് കളർ വെയിൻസ് നമുക്ക് കാണാൻ പറ്റും. ആദ്യം നോക്കിയ സമയത്ത് നമുക്ക് ഒരു ഇരുട്ടാണ് വലത് ഭാഗത്ത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് നോക്കിയപ്പോൾ രണ്ട് സൈഡും നമുക്ക് ആ വെയിൻസ് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് കൃപാസന മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് തന്നത് തന്നെയാണ്. മാതാവിൻ്റെ വലിയൊരു കൃപ തന്നെയാണിത്. ഞാൻ മാതാവിന് 1000 ഞാൻ നന്ദി പറയുന്നു. മാതാവ് വഴി ലഭിച്ച ഈ ഒരു വലിയ അനുഗ്രഹത്തിന് ഞാൻ കൃപാസന മാതാവിന് നന്ദി പറയുന്നു. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് പോയ സമയത്ത് മാതാവിൻ്റെ കൃപാസന പത്രം ഞാൻ കൊണ്ടുപോയിരുന്നു. അവിടെ കൊണ്ടുപോയി ആദ്യമായിട്ട് ഞാൻ അവിടെ പോയി ഒരു ചർച്ചിൽ, ഞങ്ങളുടെ ആദ്യം താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ അടുത്തായിട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു. അവിടങ്ങളിലുള്ള ആൾക്കാർക്ക് ഞാനത് അമ്മയ്ക്ക് പ്രോമിസ് കൊടുത്തായിരുന്നു, ഞാൻ ആദ്യമായി പോകുമ്പോൾ ഞാൻ പത്രം അവിടെ കൊടുക്കുമെന്ന്. അതുപോലെ ഞാൻ മാതാവിന് പറഞ്ഞ വാക്ക് പാലിച്ചു. എനിക്ക് അത് കൊടുക്കാനായിട്ട് സാധിച്ചു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലമാണെന്നും പറഞ്ഞ് ഞാൻ ആ പത്രം എല്ലാവർക്കും കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ ഹോം കെയറർ ആയത് കൊണ്ട് തന്നെ ഞാൻ പോകുന്ന വീടുകളിൽ വയ്യാതെ ഉള്ള പേഷ്യൻസിനൊക്കെ എന്തെങ്കിലും വയ്യാന്ന് പറയുമ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ചവർക്ക് എവിടെയാണോ അസ്വസ്ഥതയുള്ളത് ആ ഭാഗത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വീൽ ചെയറിലുള്ളൊരു മനുഷ്യൻ, അയാൾക്ക് ഭയങ്കര ഡിപ്രഷനാണ്, അയാൾ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഈശോ ഉണ്ട്, എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ ഞാൻ പറയും ബൈബിൾ വായിച്ചു തരട്ടെ. അപ്പോൾ അയാൾ താല്പര്യമുള്ള സമയത്താണെങ്കിൽ പറയും ഓക്കെ വായിച്ചോളാൻ പറയും. അല്ലെങ്കിൽ പിന്നെ ഞാൻ പതുക്കെ ചോദിക്കും ഇൻട്രസ്റ്റ് ഉണ്ടോ, ഞാൻ വായിക്കാം. അപ്പോൾ പറയും വായിച്ചോളാം. ചിലപ്പോൾ പറയും വേണ്ടെന്ന് പറയും. പിന്നെ ആയപ്പോൾ ആളിങ്ങോട്ട് പറയും മേരി ബൈബിൾ വായിക്കാമോ എന്ന് ചില സമയങ്ങളിൽ ആൾക്ക് തോന്നുമ്പോൾ ഇങ്ങോട്ട് പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ രണ്ടാമതും എനിക്ക് എൻ്റെ ചേച്ചി നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൃപാസന പത്രം എനിക്ക് ഒരു പത്രം കിട്ടി. അത് ഞാൻ പോകുന്ന വീടുകളിൽ, ഞാൻ നോക്കുന്ന രോഗികളുടെ വീടുകളിൽ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലമാണെന്ന് മാതാവിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ ആ പത്രം എല്ലാവർക്കും കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളൊന്നും എനിക്ക് അധികം അവിടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ഈ പോകുന്ന പേഷ്യൻസിനെ തന്നെയാണ് ഞാൻ ആ ഒരു രീതിയിൽ അവരെ ശുശ്രൂഷിച്ചിരുന്നത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് അവിടെ പോയപ്പോൾ ഞാൻ പണ്ട് ദിവ്യബലിക്ക് അത്രയ്ക്ക് പോകുമെങ്കിലും അതിൻ്റെ അത്ര പ്രാധാന്യം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് അവിടെ ചെന്ന സമയത്ത് ഞാൻ 1 മണിക്കൂർ ദൂരമൊക്കെ ആയിരിക്കും ചർച്ച്, അപ്പം നടന്നു പോകേണ്ടി വരും. എങ്കിലും എനിക്കെന്തോ നമുക്ക് വേണമെങ്കിൽ തണുപ്പാണ് മഴയാണോ വീട്ടിൽ ഇരിക്കാം, പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ എത്ര കാലാവസ്ഥ എന്താണെങ്കിലും ഞാൻ അത്രയും ദൂരം നടന്ന് തന്നെ ഞാൻ ദിവ്യബലിക്ക് പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഞായറാഴ്ചകളിലും ഡ്യൂട്ടി ഇടും. ആ സമയത്തും ചിലപ്പോൾ രാവിലെ പോവുകയാണെങ്കിൽ വൈകിട്ട് മാസ് കാണും. ആ മാസിൽ വന്ന് ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഉടമ്പടി ഇവിടെ നിന്ന് പോയതിന് ശേഷവും ഞാൻ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ആയിരുന്നു. ഉടമ്പടി എനിക്ക് ഓൺലൈനിൽ പുതുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ തന്നെ ഒരു പേപ്പറിൽ എൻ്റെ നിയോഗങ്ങളൊക്കെ എഴുതി വെച്ച് ഞാൻ തന്നെ ഓരോ 3 മാസം കൂടുമ്പോഴും ഞാൻ തന്നെ അത് പുതുക്കി എൻ്റെ പാപങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയും ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ഇവിടുത്തെ ഉടമ്പടി ജീവിതം തന്നെയാണ് അവിടെയും ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ പണ്ട് കുറേ നിയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അച്ഛൻ പറഞ്ഞു തന്നതുപോലെ ഞാൻ ഈ കുഞ്ഞിൻ്റെ കിഡ്നി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ പറയുന്ന അമ്മ ഇതിലൂടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി എന്നെ ആക്കണമേ എന്നാണ്. കാരണം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്, ഇല്ല ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ഒരു അവയവം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അത് പറയുന്ന അമ്മയെ ഇതിലൂടെ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷി ആക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ നിയോഗം വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ നിയോഗമൊക്കെ അച്ഛൻ പറയുന്നത് പോലെ അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ നിയോഗം ആദ്യമായിട്ട് വയ്ക്കുന്നത്. പിന്നെ എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയാനും അങ്ങനെ നമുക്ക് ചുറ്റിനുമുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിയോഗങ്ങൾ. അതിന് ശേഷം ലാസ്റ്റാണ് ഞാനിപ്പോൾ എന്തെങ്കിലും നിയോഗം ഉണ്ടെങ്കിൽ ഞാൻ വെക്കുന്നത്. എനിക്കിപ്പോൾ എന്തിനും പണ്ടൊക്കെ ഞാൻ ഭയങ്കര ഭയമായിരുന്നു, എന്താകും എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഏത് പ്രശ്നമുണ്ടെങ്കിലും അതിനെയൊക്കെ ഈശോ നോക്കിക്കോളും, അമ്മ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം ഇപ്പോൾ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് ചെയ്ത ഇത് ദൈവത്തിൻ്റെ വലിയൊരു കാരുണ്യം തന്നെയാണ്. അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് കിട്ടിയ ഈ ഒരു വലിയ കാരുണ്യത്തിന് ഞാൻ അമ്മ മാതാവിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 24-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. തൻ്റെ ദൈവാനുഭവ സാക്ഷ്യം നീതു വളരെ വ്യക്തമായിട്ട് നമ്മോട് പങ്കുവച്ചു. താൻ പുറത്തേക്ക് പോകുന്നതും അതുപോലെ താൻ അവിടെ ആയിരിക്കുമ്പോൾ ഹോം കെയറിൽ UK ജോലി ചെയ്യുന്ന സമയത്ത് താൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. അവിടെ ഹോം കെയറിലെ ജോലി അത് അത്ര സുഖപ്രദമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. ഒത്തിരിയേറെ യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ, ഒരു ഹോം കെയറിൽ നിന്ന് വേറൊരു ഹോം കെയറിലേക്കൊക്കെ പോകേണ്ട അവസ്ഥകൾ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തനിക്ക് കുഞ്ഞിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എന്നാൽ താൻ പ്രതീക്ഷിക്കാത്ത ഒരു സമയമായിരുന്നല്ലോ എന്നൊരു ചിന്ത ഈ മകൾക്ക് വരുന്നുണ്ട്. അതോടുകൂടി തന്നെയാണ് ഈ മകൾ അറിയുന്നത് സ്കാനിങ്ങിൽ കുഞ്ഞിന് റൈറ്റ് കിഡ്നി ഇല്ല. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ ഉടമ്പടി എടുത്തതിന് ശേഷം പോയ മകളാണ്. എന്നാൽ ഉടമ്പടിയുടെ ജീവിതം തനിക്ക് പറ്റാവുന്നത് പോലെയൊക്കെ താൻ അവിടെ ചെയ്തു എന്നാണ് നീതു നമ്മോട് പങ്കുവെച്ചത്. ആ അവസ്ഥയിൽ പിന്നീട് താൻ എന്താണ് ചെയ്തത്? ഈ ഒരു അവസ്ഥയിലും ഉടമ്പടി ഓൺലൈൻ എടുക്കുന്നതിന് ഈ മകൾക്ക് കഴിഞ്ഞില്ല എന്നാണ് പറയുക. എന്നാൽ താൻ ഉടമ്പടി ജീവിതം നയിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം തനിക്ക് തന്നെ, തൻ്റെ തന്നെ ഒരു വിശ്വസ്തത താൻ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ പാപങ്ങളെല്ലാം എഴുതി വെച്ച്, അവിടെ കുമ്പസാരത്തിനൊക്കെയുള്ള സൗകര്യങ്ങൾ കുറവാകുമ്പോൾ തൻ്റെ പാപങ്ങൾ എഴുതി വെച്ച് താൻ തന്നെ ദൈവത്തോട് മാപ്പപേക്ഷിച്ച് രമ്യതപ്പെടുന്ന ഒരവസ്ഥ, അതെല്ലാം മനസ്സിൻ്റെ ഒരു ഭാവമാണ്. അതായത് അത് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നല്ല, എന്നാൽ ഒട്ടും തനിക്ക് സാധിക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, എന്നാൽ ഇനി ഒന്നും വേണ്ട എന്ന് വയ്ക്കുകയല്ല ചെയ്തത്. തൻ്റെ കുഞ്ഞ് ഉദരത്തിൽ വളരുന്നു, ആ കുഞ്ഞ് അമ്മയുടെ കുഞ്ഞായിട്ട് വളരണം. അതിനൊക്കെ ഇന്നിപ്പോൾ തനിക്ക് സാധിക്കില്ല ഒന്നും ചെയ്യുവാനായിട്ട്. തൻ്റെ ജോലി, ഡ്യൂട്ടി എല്ലാം ഉണ്ട്. ഈ ഡ്യൂട്ടി വേണ്ടാന്ന് വെച്ചാൽ തനിക്ക് അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിൽ തനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനിയുള്ള സാഹചര്യങ്ങളെ നേരിടുക എന്നുള്ളത് മാത്രമാണ്. അതിന് ഈ മകള് കണ്ടത് താൻ എങ്ങനെയൊക്കെ ഈശോയുമായിട്ട് കൂടുതൽ അടുക്കുവാൻ, അമ്മയുടെ ഉടമ്പടി ജീവിതത്തെ കുറച്ചുകൂടി വിശ്വസ്തയോടെ പൂർത്തിയാക്കുവാൻ തനിക്ക് എങ്ങനെയൊക്കെ സാധിക്കും, തന്നാലാകുന്നത് ഈ മകള് ചെയ്തു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനങ്ങളിൽ ഒരു പ്രാവശ്യം പറയുകയുണ്ടായി, ഒറ്റയ്ക്ക് എത്തുന്ന സ്ഥലങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരു അവസ്ഥ. ഈ അവസ്ഥയിലാണ് ദൈവത്തെ നാം കൂട്ടുപിടിക്കുക. ജീവിതത്തിൽ ആരൊക്കെ ഉണ്ടെങ്കിലും, ഭർത്താവുണ്ടെങ്കിലും അല്ലെങ്കിൽ മാതാപിതാക്കളുണ്ടെങ്കിലും, അവിടെയൊന്നും ഈ മകളുടെ ഈ അവസ്ഥയിൽ കൂടെ നിൽക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. താൻ തന്നെ ജീവിച്ചു തീർക്കേണ്ട, താൻ തന്നെ ആ കുഞ്ഞിനെ പ്രഗ്നൻ്റായി 9 മാസത്തോളം ആ കുഞ്ഞ് തൻ്റെ ഉദരത്തിൽ വളരണം. ഇതിനൊക്കെ താൻ തന്നെയാണ് ഒരു വ്യക്തി ഉള്ളത്. എന്നാൽ ഇവിടെ
ഈ ഒറ്റയ്ക്കാകുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തെ കൂട്ടുപിടിക്കുക, അതാണ് ഉടമ്പടിയിലൂടെ ഈ മകൾ ചെയ്തത്. അങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതത്തോട് കൂടുതൽ വിശ്വസ്തയാകുവാനായിട്ട് മാക്സിമം പരിശ്രമിക്കുന്നു. പിന്നീട് അങ്ങോട്ട് തനിക്ക് കിട്ടിയ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തൻ്റെ വയറിൽ ആ മകന് വേണ്ടി, തൻ്റെ ഗർഭസ്ഥ ശിശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നീട് സ്കാനിങ്ങിലൊക്കെ കാണുന്നതെല്ലാം റൈറ്റ് കിഡ്നി ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഈ മകൾ അതുവരെയും ഒരു സാക്ഷ്യം കണ്ടിരുന്നില്ല ഇല്ലാത്ത ഒരു അവയവം ഉണ്ടാകുന്നത്. എന്നാൽ ഈ മകളുടെ വിശ്വാസം, ആ വിശ്വസ്തത കണ്ടിട്ട് ആ വിശ്വാസത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സാക്ഷ്യം ഈ മകൾക്ക് കാണുവാനിടയായി. യൂട്രസ് ഇല്ലാത്ത ഒരു കുഞ്ഞിന് എങ്ങനെയാണ് യൂട്രസ് ഉണ്ടാകുന്നത് എന്നുള്ളത് അത് ഉടമ്പടിയിലൂടെ മാത്രം കിട്ടിയ ഒരു കൃപയായിട്ട് കണ്ടപ്പോൾ തൻ്റെ വിശ്വാസം വർദ്ധിച്ചു. വീണ്ടും കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കൃപാസന പത്രമൊക്കെ ഇവിടുന്ന് വരുത്തി അതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. താൻ പുറത്തിറങ്ങി ജോലി ചെയ്യുവാനായിട്ട് തനിക്ക് സാധിക്കില്ല. UK-യിൽ തനിക്ക് തന്നെ പേഷ്യൻസ് ഉണ്ട്. ആ പേഷ്യൻസിനെ ബൈബിള് വായിച്ച് കേൾപ്പിക്കുന്നു. കൃപാസന പത്രം അവർക്ക് വേണ്ടി വായിച്ച് അതിനുവേണ്ടി സമയമെടുക്കുന്നു. തൻ്റെ ഗർഭാവസ്ഥയിലെ ഗർഭാരിഷ്ടതകളിലും താൻ എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കുക എന്നുള്ളതല്ല ഈ മകൾ ചെയ്തത്. തനിക്ക് തൻ്റെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ വേണം, അതിന് താൻ തന്നെ കഷ്ടപ്പെടണം, ദൈവത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒരു ഉപകരണമായി മാറണം. അങ്ങനെ ഈ മകള് പിന്നീട് അങ്ങോട്ടുള്ള തൻ്റെ ജീവിതത്തിൽ വിശ്വസ്തത തെളിയിക്കുകയാണ്. പിന്നീട് നാം കേൾക്കുന്നത് ആ കുഞ്ഞിന് ഡെലിവറിക്ക് ശേഷം ആ കുഞ്ഞിൻ്റെ സ്കാനിങ്ങിൽ അതുവരെയും കുഞ്ഞിന് റൈറ്റ് കിഡ്നി ഇല്ല എന്നുള്ള ഒരേ ഒരു റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുക. താൻ തന്നെ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നു. റൈറ്റ് കിഡ്നി ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ആ ഫോം ഫില്ലപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ നാം നമ്മുടെ ചെവി കൊണ്ട് തന്നെ ഇവിടെ കേട്ട കാര്യങ്ങളാണ്. എന്നാൽ പിന്നീട് ഡെലിവറിക്ക് ശേഷം ആ കുഞ്ഞിൻ്റെ സ്കാനിങ്ങിൽ ആ കുഞ്ഞിന് റൈറ്റ് കിഡ്നി ആണ് ഇല്ലാത്തത്. അപ്പോൾ അവിടെ സ്കാൻ ചെയ്യാനായിട്ട് മാതാപിതാക്കൾ പറയുന്നു. എന്നാൽ റൈറ്റ് കിഡ്നി ഉണ്ടല്ലോ എന്നാണ് റിസൾട്ടിൽ സ്കാൻ ചെയ്തവർ പറഞ്ഞത്. അപ്പോൾ വീണ്ടും ലെഫ്റ്റ് കിഡ്നി ആയിരിക്കാം എന്ന് അവർ തന്നെ പറഞ്ഞ് അങ്ങനെ ലെഫ്റ്റ് കിഡ്നി നോക്കുമ്പോൾ ലെഫ്റ്റ് കിഡ്നിയുമുണ്ട്. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ്, റൈറ്റും ലെഫ്റ്റും കിഡ്നിയുള്ള ഒരു ആൺകുട്ടിയെ ദൈവം ഈ മകൾക്ക് പ്രദാനം ചെയ്തു. അതാണ് നാം കേട്ട സാക്ഷ്യം. താൻ ഒറ്റപ്പെട്ട സമയത്ത്, തൻ്റെ കൂടെ ആരുമില്ല എന്നുള്ള സമയത്ത് ഉടമ്പടി വഴി എങ്ങനെയാണ് ഈശോ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വരിക. ഇതാണ് പേയ്മെൻറ്റ് സീറ്റ്. ഈ പേയ്മെൻറ്റ് സീറ്റ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമ്പോൾ ആ പേയ്മെൻറ്റ് സീറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം പല കാര്യങ്ങളും അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഈ കൃപാസന ആസ്തിയിൽ നമുക്ക് പങ്കുപറ്റുവാൻ സാധിക്കുകയുള്ളൂ. ഈ കൃപാസനത്തിലെ ആസ്തി എന്ന് പറയുന്നത് അത് ജോസഫ് അച്ഛൻ വാങ്ങിച്ചു കൂട്ടിയതാണ്, വെറുതെയല്ല. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഏകദേശം 30 വർഷത്തോളമുള്ള അച്ഛൻ്റെ ആ ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതവും അച്ഛൻ്റെ മുൻകാല ജീവിതങ്ങളിലെല്ലാം അച്ഛന് കിട്ടിയിട്ടുള്ള ആ ഒരു ആസ്തി, അത് അച്ഛൻ ഇട്ടിരിക്കുന്ന ഒരു ബാങ്കാണ് കൃപാസനം. ഈ അക്കൗണ്ടിൽ നിന്നാണ് നാം ഓരോരുത്തരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുന്നത്. അങ്ങനെ ഇന്ന് ഈ മകളും നീതുവും ആ കൃപയ്ക്ക് യോഗ്യയായ ഒരു മകളായി മാറി തൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ ഉടമ്പടി ജീവിതം ഏറ്റവും നല്ല രീതിയിൽ പിന്നീട് മുമ്പോട്ട് നയിക്കുന്നു. താൻ എങ്ങനെ തൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു, ആത്മീയ ജീവിതത്തിൽ എങ്ങനെ മാറ്റം വന്നു. ഇന്ന് ഒരു കാര്യത്തിനും ഭയമില്ല എന്നാണ് പറയുക. പലതും സങ്കോചത്തോടെ കണ്ടുകൊണ്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ മകള് എങ്ങനെ അമ്മയുടെ ഒരു ഉടമ്പടി മകളായിട്ട് ഈശോയ്ക്ക് സാക്ഷിയായിട്ട് എങ്ങനെ ജീവിക്കുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നാം ഇന്നുവരെയും ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് നമ്മോട് തിരുവചനം പങ്കുവയ്ക്കുക. നമുക്കും നന്ദിയുള്ളവരാകാം. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് പാർവതി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ വാഴക്കോട് നിന്നും. ഇതെൻ്റെ മോളുടെ മകൻ. എനിക്കൊരു രോഗസൗഖ്യം ലഭിച്ചതിനെ തുടർന്ന് പറയാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സോറിയാസിസ് പറഞ്ഞ അസുഖം 8 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്നതാണ്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, അവിടെ ഒന്നും രക്ഷ കിട്ടിയില്ല. ലാസ്റ്റ് മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ പോയി അത്താണി. അവർ 2 കൊല്ലം ചികിത്സിച്ചു. എൻ്റെ ശരീരം മൊത്തം
ചൊറിച്ചിലും വൃണ്ണങ്ങളായിട്ട് തലയിൽ മീൻ്റെ ചെതമ്പൽ പോലെ കാലിൻ്റെ അടി വിണ്ട് പൊട്ടി നിലത്ത് വയ്ക്കാൻ പറ്റാതെ ഞാനൊരു 4 മാസം വരെ ഞാൻ കെടുപ്പായി. അങ്ങനെ എൻ്റെ 2 കൈ ഇങ്ങനെ ഇങ്ങോട്ട് ചുരുണ്ടു. എന്ന് പറഞ്ഞിരുന്നില്ല, ഒരുപാട് മരുന്ന് കഴിച്ചു. അങ്ങനെ വിഷമത്തിലിരിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ വന്നിട്ട് കൃപാസനത്തിനെ പറ്റി പറഞ്ഞത്. അങ്ങനെ 2 പ്രാവശ്യം ആ ചേട്ടൻ, ഒരു പ്രാവശ്യം വന്ന് പറഞ്ഞ എന്നോട് മാതാവ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നേ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു 2 നേരം ഞങ്ങൾ കുളിച്ച് വിളക്ക് വയ്ക്കും. ഞാനൊരു ഹിന്ദുവാണ്, 2 നേരം ഞാൻ കുളിച്ച് വിളക്ക് വയ്ക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല പറഞ്ഞു. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ചേട്ടൻ വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. പോകുമ്പോൾ എനിക്കൊരു പത്രം തന്നു എൻ്റെ കയ്യിൽ. ആ പത്രം ആൾ പോയി. ആ പത്രം ഒരു 3 പ്രാവശ്യം വായിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നി, ഞാൻ ആ ചേട്ടനെ വിളിച്ചു, ഞാൻ വരുന്നുണ്ട് കൃപാസനത്തിലേക്ക് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ വന്ന് എന്നെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നു എന്നല്ല, ആ ചേട്ടൻ എൻ്റെ ഫുൾ ചിലവും എൻ്റെ ഭക്ഷണം അടക്കം ആ ചേട്ടൻ എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ചോര പൊട്ടും മാന്തിയിട്ട്, അങ്ങനത്തെ വെള്ളം ഒലിക്കും, ഒരാൾ പുറത്തേക്ക് കാണാൻ പറ്റില്ല. ഈ കൈയൊക്കെ കംപ്ലീറ്റ് റോസ് കളറായിരുന്നു. അങ്ങനെ വിഷമത്തിലിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്ന് 7/9/2024 വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഒക്ടോബർ 7-ാം തീയതിക്ക് 1 മാസം കൊണ്ട് മാതാവ് എൻ്റെ കൈ ഇതിങ്ങനെ അങ്ങോട്ട് ആക്കി. മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. അങ്ങനെ ആ രോഗസൗഖ്യം എനിക്ക് ലഭിച്ചു. കൈ ഇത് ഈ ചുരുണ്ടിട്ട് ഇതിങ്ങനെയായിരുന്നു. 8 വർഷമായിട്ട് ഞാൻ ഈ 2 പേരിലോണ്ട് ടീസ്പൂണ് പിടിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചായിരുന്നു. ഈശോയ്ക്ക് മാതാവിനും കോടാനുകോടി നന്ദിയുണ്ട്. എനിക്ക് ആൾക്കാർ വന്നിട്ട് എന്നെ കാണുമ്പോൾ എനിക്ക് നാണക്കെടാവോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ ഇന്ന് മാതാവും ഈശോയെ ഉയർത്തി. 2ാം ജന്മമാണ് എനിക്കിത്. ഉടമ്പടി വസ്തുക്കൾ ദിവസം ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ ഉപ്പും തേനും ഞാൻ തൈലം കൂടിയിട്ട് ഞാൻ കഴിക്കും. അതുപോലെ ചൊറിച്ചിൽ വന്നാൽ ചോരം കൂടെ ഒലിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഉപ്പ് എടുത്തിട്ടാണ്ട് തേക്കും. തേച്ച് കഴിഞ്ഞൊരു നീറ്റ അത് സഹിക്കാൻ പറ്റില്ല. ഒരിക്കലും ഒരാൾക്ക് ഈ ഒരു അസുഖം വരരുത്. അത്രയ്ക്ക് കഠിനമായിട്ടുള്ള വേദന ചൊറിച്ചിൽ. തലയിലൊക്കെ മീൻ്റെ ചതമ്പൽ പോലെ നിന്നാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ ആൾക്കാർ കാണുമ്പോൾ തലയിൽ എന്താ ചെയ്യുക, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ഞാൻ അത്ര വിഷമത്തിൽ 4 മാസം ഞാൻ കെടുപ്പായി. ആ കെടുപ്പിൽ നിന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ ചേട്ടൻ കൂടിയിട്ട് എന്നെ കുളിപ്പിച്ച് തരിക, ഡ്രസ്സ് മാറി തരിക. അവിടെ നിന്ന് എന്നെ ഉയർത്തിയത് ഇവിടുത്തെ മാതാവാണ്. മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞാലും മാറില്ല. ഇതെൻ്റെ മോൻ, ഇത് മോളുടെ കുട്ടി. അവന് ജനിച്ച മുതലേക്ക് 5 വയസ്സ് വരെ അവന് ശ്വാസം മുട്ടലാണ്. 1 മാസം ഉണ്ടെങ്കിൽ ഞങ്ങൾ 5 ദിവസം ആസ്പത്രിയിലാണ്. 5 ദിവസം അവന് ഇഞ്ചക്ഷൻ അടിച്ച് അങ്ങനെ 5 വയസ്സ് വരെ ആസ്പത്രിയിലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അവൻ്റെ ശ്വാസം മുട്ട് മാറി. കോടാനുകോടി നന്ദി ഈശോയ്ക്ക് മാതാവിനുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് പറ്റണ പോലെ ഞങ്ങൾ, എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയി വന്ന 20 രൂപയിലും 30 രൂപയിലും മാതാവിൻ്റെ അടുത്തൊരു ചെപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ചെപ്പിലിട്ടിട്ട് അതിന് ഒരു 1000 രൂപയായി. ഞാനത് പത്രം മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു നിവർത്തിയില്ലാത്ത ആൾക്കാർക്ക് ഒരു നേരം ചായക്ക് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ പത്രത്തിനോടൊപ്പം ഒരു 100 രൂപ വെച്ചിട്ട് കൊടുക്കും. കാശ് രൂപം കൊണ്ട് കൊടുക്കും. മാതാവിൻ്റെ തൈലം പരത്തി കൊടുക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധസദനുണ്ട്. ഇതുപോലെ ആവണ പൈസ എടുത്തിട്ട് ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കും. അമ്മമാർക്ക് വേണ്ടത് ഞങ്ങൾ ചെയ്ത് കൊടുക്കും. അവർക്ക് എന്തെങ്കിലും വരുമ്പോൾ മേടിച്ച് കൊണ്ടുവരണ്ടേ പറഞ്ഞാൽ അവർ പറയും. അപ്പം അത് ഞങ്ങൾ മേടിച്ച് കൊണ്ട് കൊടുക്കും. അങ്ങനെ ഒരുപാട് രോഗസൗഖ്യം എനിക്ക് ലഭിച്ച്. ഡെയിലി ബ്രെഡ് എന്നും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും. അതുപോലെ പ്രാർത്ഥന 2 നേരം കറക്റ്റായിട്ടുള്ള പ്രാർത്ഥന, ബൈബിൾ വായിക്കും, കൊന്ത ചെല്ലും, ജപമാല സമർപ്പിക്കും. എല്ലാം ഞാൻ ഈശോയ്ക്ക് മരണം വരെ ഇനി എൻ്റെ ജീവിത ഉടമ്പടി പ്രകാരം തന്നെ ഞാൻ ജീവിച്ചു തീർക്കും. ഈശോയ്ക്കും മാതാവിനും നന്ദി. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വചനമാണ്. നമ്മുടെ എല്ലാ സൗഖ്യത്തിൻ്റെ ഉറവിടം ദൈവമാണ്. നീ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ രക്ഷ നമ്മുടെ കഴിവിലല്ല, ഈശോയുടെ കരങ്ങളിലാണ് നമ്മുടെ രക്ഷയെന്ന് നാം ഏറ്റുപറയുകയാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ നയിക്കുമ്പോൾ കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. ദൈവസൗഖ്യമാകുമ്പോൾ മാത്രമേ സൗഖ്യമുള്ളൂ. ദൈവം രക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ.
പാർവതി എന്ന മകളുടെ സാക്ഷ്യത്തിൽ അടുത്തുള്ള ഒരു വ്യക്തിയിൽ കൂടെയാണ് ഈ മകളുടെ സൗഖ്യവും രക്ഷയ്ക്കുമുള്ള വഴി ഒരുക്കി കൊടുത്തത്. ഈ മകള് 8 വർഷത്തോളം സോറിയാസിസ് എന്ന രോഗത്തിൽ പെട്ട് പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പല ഹോസ്പിറ്റലുകളിൽ പോയി. പക്ഷെങ്കിൽ ഒരു ഫലവും ഉണ്ടായില്ല. തലയിൽ ചെതുമ്പൽ പോലെയും കാലിലും കയ്യിലും ശരീരത്തുമെല്ലാം ചൊറിഞ്ഞ് വെള്ളവും രക്തവും ഒഴുകിക്കൊണ്ടിരുന്ന ആ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും മടിച്ച നിമിഷം 4 മാസത്തോളം മുറിയിൽ കുളിച്ച് അകത്ത് മാത്രം ഇരുന്ന് കഴിഞ്ഞിരുന്ന ഒരു സഹോദരി. പക്ഷെങ്കിൽ ഉടമ്പടിയിലിരുന്ന ഒരു സഹോദരൻ, അയൽപക്കത്തുള്ള ഒരു സഹോദരന് ഒരു പക്ഷേ പ്രാർത്ഥനയിലൂടെ ഈ മകന് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയാവാം ഈ മകളെ വന്ന് വിസിറ്റ് ചെയ്യാനും ഈ മകളോട് പറഞ്ഞത് മാതാവ് എന്നെ പറഞ്ഞു വിട്ടതാണെന്നാണ്. പക്ഷെങ്കിൽ 2 പ്രാവശ്യം ഈ മകൻ വന്നപ്പോഴും 2 പ്രാവശ്യവും പാർവതി ഒരേ ഉത്തരമാണ് കൊടുത്തത്. 2 പ്രാവശ്യം കുളിച്ച് വിളക്ക് കത്തിക്കുന്ന എനിക്ക് ഈ പ്രാർത്ഥനയൊക്കെ പറ്റുമോ എന്ന്. പക്ഷെങ്കിൽ പിന്നീട് ഈശോയും അമ്മയും തന്നെ ഇടപെടുകയും ഈ മകൻ കൊടുത്ത കൃപാസനം പത്രം വായിക്കുകയും പിന്നീട് പാർവതി തന്നെയാണ് 3ാമത്തെ പ്രാവശ്യം ആ ചേട്ടനെ ഫോൺ വിളിച്ചത് എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന്. ഇതാണ് ഒരു പ്രേക്ഷിതൻ്റെ പ്രവർത്തനം. അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണത. ഈ മകൻ ആദ്യം വന്നു, മകൾ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ വിളക്ക് കത്തിക്കുന്ന കുളിച്ച് നാമം ജപിക്കുന്ന സ്ത്രീയാണ്, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന്. വീണ്ടും ആ മകനുള്ള ഉൾപ്രേരണയാൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഒരു മകനായിരിക്കാം. ആ മകൻ വീണ്ടും വന്ന് പറഞ്ഞു. അങ്ങനെ ആ കൃപാസനം എന്ന പത്രത്തിൽ കൂടെ ഈ സഹോദരി ഇവിടെ വരികയാണ്. സഹോദരി വന്നതിന് ശേഷമാണ് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 8 വർഷമുണ്ടായിരുന്ന സോറിയാസിസ് എന്ന അസുഖത്തിൽ നിന്നാണ് ഈ മകള് രോഗസൗഖ്യം കിട്ടി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ 8 വർഷമല്ല 8 ദിവസം പരിശുദ്ധ അമ്മ നമുക്കറിയാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ആ 8 വർഷമാണ് ഉടമ്പടി എടുത്ത ഉടനെ 1 മാസം കൊണ്ട് ഈ മകൾക്ക് രോഗസൗഖ്യം നൽകിയത്. അമ്മ കാനായിൽ വെച്ച് അന്ന് ആ കുടുംബത്തിന് ചെയ്ത സഹായം ഇന്നും പരിശുദ്ധ അമ്മ കൃപാസന അമ്മ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണീരോടെ അമ്മ വന്ന് ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കാര്യവും അമ്മ ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് 1 മാസം കൊണ്ട് 8 വർഷം നടക്കാതിരുന്ന കാര്യമാണ് 1 മാസം കൊണ്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് പ്രാചീന ഫലമായിട്ട് ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ആ സോറിയാസിസ് വന്ന ആ മുറിവിലേക്ക് രക്തവും വെള്ളവും ഊർന്നൊഴുകുന്ന ആ മുറിവിലേക്കാണ് ഈ വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചത്. വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾക്ക് പൂർണ്ണ സൗഖ്യപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കൊരു വഴികാട്ടിയാകാനായിട്ട് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ആ ചേട്ടൻ, ആ പ്രേക്ഷിതൻ, ആ ശുശ്രൂഷകൻ വന്നു കൊടുത്ത പത്രവും ആ വഴി തെളിച്ചു കൊടുത്ത ആ വഴിയിൽ കൂടെയാണ് ഈ സഹോദരി പാർവതി ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരികയും രോഗസൗഖ്യം ലഭിക്കുകയും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഓരോ അനുഭവം, ഓരോ ഓപ്പർച്യൂണിറ്റീസ്, ഓരോ ചാൻസുകൾ, ഓരോ അവസരങ്ങൾ പാഴാക്കാതെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടാൻ അവസരങ്ങൾ നോക്കി ദൈവത്തെ മഹത്വപ്പെടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളിൽ കൂടെ മറ്റുള്ളവർക്ക് സൗഖ്യവും രക്ഷയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സൗഖ്യം ദൈവത്തിൽ നിന്നാണ്, രക്ഷയും ദൈവത്തിൽ നിന്നാണ്. നമുക്കും വിശ്വസിച്ചുകൊണ്ട് ആ സൗഖ്യദാതാവിലേക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥകളും എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയുടെ ആത്മാർത്ഥതയുടെ മുന്നോട്ട് നയിക്കാം. പാർവതിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും ഈ കിട്ടിയ രോഗസൗഖ്യത്തിന്
നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തിനോട്. ഞാൻ ബാംഗ്ലൂർ ക്രൈസ്റ്റ് ദ കിങ് ചർച്ച് ഹുലഹള്ളിയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 1-ാം തീയതിയാണ്. അതിന് മുന്നേ ഞാൻ 2018 ഞാൻ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അതിലൂടെയാണ് ഞാനിവിടെ കൃപാസനത്തിലേക്ക് വരാൻ കാരണം. മമ്മി ഉടമ്പടി എടുത്തതിൽ 6 നിയോഗത്തിൽ ഒരു നിയോഗം എൻ്റെ മകളുടെ കാര്യം വെച്ചിരുന്നു. എൻ്റെ മകൾ ചെറുപ്പം മുതലേ വായിൽ വിരലിട്ടിട്ട് നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ അത് അവൾക്ക് മാറ്റാൻ പറ്റാണ്ട് വായിൽ വിരലിട്ട് നടക്കുന്ന ഒരു അവൾ സ്വഭാവം ഉണ്ടായിരുന്നു. അത് അവൾ ഒരു 7 വയസ്സ് വരെ അങ്ങനെ നടന്നിരുന്നു. അവൾക്ക് സ്കൂളിൽ പോകുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഫ്രണ്ട്സ് കളിയാക്കുമ്പോഴൊക്കെ അവൾക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ അവൾ വീട്ടിൽ വന്ന് പറയും, മമ്മി എൻ്റെ കൈ വേണമെങ്കിൽ കെട്ടിയിട്ടോ, എന്നാലും കുഴപ്പമില്ല, പക്ഷെ എനിക്കത് നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ മമ്മി ഇവിടെ വന്ന് നിയോഗം വെച്ചതിൽ എൻ്റെ മകളുടെ കാര്യം എഴുതിയിട്ട് ഇവിടെ നിന്ന് തിരിച്ച് ബാംഗ്ലൂർ വന്ന് ഉടമ്പടി തൈലം അവളുടെ വിരലമ്മ പെരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ അന്ന് തൊട്ട് അവൾ വിരൽ വായിലിട്ടിട്ടില്ല. അതെങ്ങനെയാണെന്നറിയില്ല. അവളായിട്ട് തന്നെ പറഞ്ഞു, ഞാൻ ഇടുന്നില്ല, ഇങ്ങനെ കിടന്നു നോക്കട്ടെ, ഞാൻ ഉറങ്ങി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വലിയ മോളായി അന്ന് തൊട്ട് അവളത് ഇട്ടിട്ടില്ല. ഞാനിവിടെ സാക്ഷ്യം പറയാൻ വൈകി, കാരണം ഞാൻ ഉടമ്പടി എടുത്തത് 24-ലാണ്. ഇവിടെ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിച്ച് പോകുമായിരുന്നു, എങ്കിലും ഉടമ്പടി ഞാൻ എടുക്കുന്നത് 2024-ലാണ്. ഞാൻ ഇവിടെ വരാൻ കാരണം, പിന്നെ എനിക്കൊരു 20 ലക്ഷത്തിൻ്റെ ഒരു കടമുണ്ടായിരുന്നു. ഒരു പുതിയ ഭവനം പണിയുവാനായി ഞങ്ങൾ 20 ലക്ഷം കടം ഞാനൊരു കസിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ പിള്ളേരുടെ സ്കൂളിൻ്റെ അടുത്തേക്ക് പുതിയൊരു ഭവനം പണിത് മാറുവാനായിട്ട് ഞാനവിടെ കടം മേടിച്ച് ഞങ്ങളൊരു വീട് പണിതു. പക്ഷേ എങ്ങനെ കടം വീട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വർക്കിംഗ് ആയിരുന്നു എങ്കിലും കടം എങ്ങനെ വീട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ ഐഡിയ ഇല്ല. ഒരു സോഴ്സ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ പഴയ ഭവനം വിറ്റ് ഞങ്ങൾക്ക് അതിൻ്റെ കടം വീട്ടാമെന്നായിരുന്നു. പക്ഷേ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീട് ആരും തന്നെ വന്ന് കാണുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. പക്ഷേ ഇവിടെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഭവനം വിറ്റ് എനിക്ക് കടം വീടാൻ പറ്റണേന്ന്. അത് ഞാൻ ഏത് വീട് എന്ന് എഴുതിയില്ല. പുതിയൊരു ഭവനത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നെങ്കിലും ഞങ്ങൾക്ക് ആദ്യം എനിക്ക് വീട് വിൽക്കാൻ പറ്റിയത് ഞങ്ങൾ ഇരിക്കുന്ന ഞങ്ങളുടെ പുതിയ ഭവനം ഒരാൾ വന്ന് കാണുകയും ആ വീട് അയാൾക്ക് ഇഷ്ടപ്പെടുകയും മേടിച്ചോളാം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല. കാരണം നമ്മൾ പുതിയൊരു ഭവനം പണിത് വീട്ടിലിരിക്കുമ്പോൾ ആ വീട് വിൽക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ മാതാവും ഈശോയ്ക്കും എന്നിലുള്ള പദ്ധതി വേറെയായിരുന്നു. നമ്മുടെ ജെറമിയ 29:11 പറഞ്ഞ പോലെ, നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായൊരു ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞ പോലെ മാതാവിന് ഈശോയ്ക്കും വേണ്ടിയുള്ള പദ്ധതി വേറെയായിരുന്നു. ആ വീട് പുതിയ ഭവനം എനിക്ക് വിറ്റു. അതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പഴയ ഭവനം ഞങ്ങൾക്ക് നല്ലൊരു എമൗണ്ടിൽ വിൽക്കാൻ സാധിച്ചു. അതിൽ ഞങ്ങൾക്കൊരു ഒരു പുതിയ ഭവനം പണിത് അതിൽ നിന്നും ഞങ്ങൾക്കിപ്പോൾ ആദ്യം ഒരു വീടിൻ്റെ വാടക 2 വീടിൻ്റെ വാടക കിട്ടുന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്കൊരു 8 വീടിൻ്റെ വാടക കിട്ടുകയും അതിൽ നിന്നൊരു നല്ല ഇൻകം കിട്ടുകയും അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു ആദ്യത്തെ നിയോഗം സാധിച്ചത്. അതോടൊപ്പം ഞാൻ എൻ്റെ ഡാഡിയുടെ വയറുവേദനയും തലവേദനയും പൈൽസിൻ്റെ അസുഖം ഡാഡിക്കുണ്ടായിരുന്നു. കാലങ്ങളായിട്ട് ഉള്ള 2-3 കൊല്ലമായിട്ടുണ്ടായിരുന്ന തലവേദന തീരെ വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നും ഉടമ്പടി തൈലം പെരട്ടുകയും ഉപ്പ് വെള്ളത്തിലിട്ട് എന്നും രാത്രി അത് കുടിച്ചിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും വയറുവേദനയും തലവേദനയും പൈൽസിൻ്റെ അസുഖം ഡാഡിക്ക് മാറി കിട്ടി. ഇത് 2 നിയോഗങ്ങൾ അന്ന് സാധിച്ചു. ഇവിടെ വന്ന് ഞാൻ പുതിയത് ഒരു ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ഇവിടെ വന്ന് എൻട്രൻസിൽ ഞാൻ പുതുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു മാതാവിൻ്റെ സുഗന്ധാഭിഷേകം അനുഭവപ്പെട്ടു. എൻ്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, മമ്മി ഉണ്ടായിരുന്നു. അവർക്ക് 3 പേർക്കും സുഗന്ധാഭിഷേകം കിട്ടി. അന്ന് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് പോയി. വീണ്ടും ഞങ്ങൾ ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന് എൻ്റെ മകളുടെ കാര്യം, എൻ്റെ ഈ ചെറിയ മോള് ICC സിലബസാണ് ബാംഗ്ലൂരിൽ പഠിക്കുന്നെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക് പഠിക്കാൻ. 2 പിള്ളേരും ഒരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ അഡ്മിഷൻ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
2 പിള്ളേരും ഒരു സ്കൂളിലായിരുന്നു. അപ്പോൾ ഇവൾക്ക് മാത്രം ICSE സിലബസ് പഠിക്കാൻ ഭയങ്കര ടഫ്. അതുപോലെ തന്നെ ലാംഗ്വേജും എന്ത് പഠിച്ചാലും അവിടുത്തെ കന്നഡ പഠിച്ചാലും അവൾക്ക് പെട്ടെന്ന് മറന്നു പോകും അവൾ. അപ്പോൾ പക്ഷേ ഇവിടെ വന്ന് എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ സാധിക്കുകയും ഇവളുടെ തല തൊട്ട് പ്രാർത്ഥിക്കുകയും ഇവൾക്കൊരു ഒരു കാശ് രൂപം കൊടുത്ത് അത് ഇന്നും ഇവൾ കൊന്ത കഴുത്തിലിട്ട് നടക്കുന്നത്. അത് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിൽ പോയപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു, വേണ്ട മമ്മി, ഞാൻ സ്കൂൾ മാറിക്കോളാം. പക്ഷേ എനിക്കത് ഇഷ്ടമുണ്ടായിരുന്നില്ല. നല്ല സ്കൂളാണ് പഠിക്കുന്നത് 2 പേരും. അപ്പോൾ എനിക്ക് മാറ്റാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ചെറിയ മോള് പറഞ്ഞു, ഇല്ലേ മമ്മി, എന്നെ മാറ്റിക്കോ, നമുക്ക് മാതാവിനോട് ചോദിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് 2 സ്കൂളിൽ ചെന്നു അവിടെ അഡ്മിഷൻ ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ. പക്ഷേ 3ാമത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. പക്ഷേ ഞാനത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വേണ്ട, ആ സ്കൂൾ വേണ്ട, വേറെ സ്കൂളിൽ എടുക്കാം എന്ന് വിചാരിച്ചു. എല്ലാ സ്കൂളിൻ്റെ പേരും ഞങ്ങളൊരു എഴുതി കയ്യിൽ വെച്ച് മാതാവിനോട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മകളോട് ഞാൻ പറഞ്ഞു, നീ എടുക്ക്, അത് ഏത് സ്കൂളായാലും മാതാവ് സെലക്ട് ചെയ്ത് അവിടെ പോയി നമുക്ക് അഡ്മിഷൻ എടുക്കാം. അവൾ തന്നെ പറഞ്ഞു, മമ്മി ഈ അടുത്തുള്ള സ്കൂളിൻ്റെ പേര് കൂടി മമ്മി എഴുതിയിട്. അങ്ങനെ ഞങ്ങൾ എഴുതിയിട്ട് പ്രാർത്ഥിച്ച് എടുത്തപ്പോൾ ആ അടുത്തുള്ള സ്കൂൾ തന്നെ എനിക്ക് കിട്ടി. പക്ഷെ അവിടെ CBSE സ്കൂളായിരുന്നു. അവൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവൾക്ക് അവിടെ ഇന്ന് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അവൾ പോകുന്ന സമയത്ത് ക്ലാസ് തുടങ്ങുന്ന ദിവസം ഞാൻ അവൾക്ക് ഉപ്പ് കൊടുത്തയച്ചിരുന്നു. ഉപ്പ് അവിടെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കയറുക, നിനക്ക് അവിടെ എന്തിനായാലും നല്ലൊരു വിജയം നിനക്ക് മാതാവ് തരും എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു. അവിടെ ചെന്ന് അവൾ അവിടെ അഡ്മിഷൻ കിട്ടി. അവിടെ നന്നായി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല മാർക്കോട് കൂടി എല്ലാ സബ്ജക്റ്റിലും ജയിച്ചു. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് പറയുന്നത് അവിടുത്തെ സ്പോർട്സ് സ്കൂളായിരുന്നു. അവിടെ അഡ്മിഷൻ കിട്ടി ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടെ എയർ റൈഫിൾ ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഇവൾക്ക് അത് നല്ല വെയിറ്റുള്ളൊരു വെപ്പനാണ്, ഗണ്ണാണ്. അത് കയ്യിൽ പിടിച്ചെന്ന് എങ്ങനെ അത് ഷൂട്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടുത്തെ കോച്ച് വിളിച്ച് പറഞ്ഞു, ഇവൾ സെലക്ട് ആയിട്ടുണ്ട്, അടുത്തത് സ്റ്റേറ്റ് ലെവലാണ്, അതിൽ ഇവൾക്ക് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. തിരിച്ച് അവൾ അതിൽ സെലക്ട് ആവുകയും ആരെന്ത് അവളുടെ ഫ്രണ്ട്സ് പോയാലും ഇവൾക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുകയും അവിടെ നിന്ന് ഇന്ന് ഇവൾ പ്രീ നാഷണൽ ലെവൽ ഷൂട്ടിങ്ങിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നാഷണൽ, അത് കഴിഞ്ഞൊരു ഇന്ത്യൻ ടീമേ ഉള്ളൂ. അവൾക്ക് അവിടെ എല്ലാ പ്രിൻസിപ്പാളും അവിടെ ഫ്രണ്ട്സും എല്ലാവരുടെ മുമ്പിലും അവിടെ സ്കൂളിലെ സ്റ്റാറാന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഒരു ഉയർച്ച മാതാവ് ഈശോയും തന്നതിന് ഞാൻ എൻ്റെ മാതാവിനോടും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ ലാസ്റ്റത്തെ ഇവിടെ വന്ന് ഞാൻ നിയോഗം വെച്ചത് എൻ്റെ മോള് 10th ബോർഡ് എക്സാം ICC ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു നിയോഗം വെച്ചത്. അവിടെ ഇവൾക്ക് പ്രീ ബോർഡിന് മാർക്ക് ചെറുതായിട്ട് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇവൾക്ക് 90 അബോവ് കിട്ടിയാൽ മാത്രമാണ് നമുക്കവിടെ സയൻസ് ഗ്രൂപ്പ് കിട്ടുകയുള്ളൂ. അവിടെ 95 കിട്ടിയാലാണ് സയൻസ് ഗ്രൂപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, 90 അബോവ് പെർസെൻറ്റേജ് എനിക്ക് എൻ്റെ മോൾക്ക് മേടിച്ച് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ നിയോഗത്തിൽ ഞാനിവിടെ എഴുതിയിടുമ്പോൾ 91 ഞാൻ എഴുതിയത്. അതേപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ കറക്റ്റ് 91% ഉണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ 2ാമത് നിയോഗത്തിൽ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സയൻസ് ഗ്രൂപ്പ് കിട്ടണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ആരുടെ റെക്കമെൻഡേഷനും ഇല്ലാതെ 95 മേലെ ഉള്ളവർക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ റെക്കമെൻഡേഷൻ വഴി പോകണം. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഇവൾക്ക് റെക്കമെൻഡേഷനൊന്നും ഇല്ലാതെ ഇവളുടെ മാസ് കാർഡ് കാണിക്കുമ്പോൾ ഞങ്ങൾ സെലക്റ്റഡ് എന്ന് പറയണേന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതേപോലെ തന്നെ അവിടെ ചെന്ന് ഞങ്ങൾ ക്യൂവിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളവരൊക്കെ റിജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇവളുടെ മാസ് കാർഡ് കാണിച്ചപ്പോൾ അവർ സെലക്റ്റഡ് എന്ന് പറയുകയും സയൻസ് ഗ്രൂപ്പ് കിട്ടുകയും ചെയ്തു. ഇപ്പോഴും അവളുടെ ഫ്രണ്ട്സിന് 95 കിട്ടിയവർക്കും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. പക്ഷേ എൻ്റെ മകൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ഇത് ഈശോടും മാതാവിൻ്റെ മാത്രം അനുഗ്രഹം കൊണ്ടാണ്. അതിന് ഞാനിവിടെ കോടി നന്ദി പറയുന്നു. തുടർന്നും ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവിടെയൊക്കെ സഞ്ചാരി മാതാവ് കൂടെ വന്ന് ഞങ്ങളെ സഹായിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എന്തുണ്ടെങ്കിലും നിയോഗത്തിൽ തുടർന്ന് ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ ഞാനായിരിക്കും. എൻ്റെ മകളും അവൾ തന്നെ പറഞ്ഞു, 18 വയസ്സ് കഴിഞ്ഞ മമ്മി ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം. കാരണം അവൾക്കും അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഞങ്ങളെ മാറ്റിയതിന് ഞാൻ ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ നിന്ന് വരുമ്പോൾ ഉടമ്പടി പുതുക്കുമ്പോൾ ഞങ്ങൾ അന്യഭാഷ പത്രങ്ങളാണ് മേടിച്ച് കൊണ്ടുപോകാറ്. മലയാളത്തിനേക്കാളും കൂടുതൽ തമിഴ്, ഇംഗ്ലീഷ്, ബാക്കി ഭാഷകളൊക്കെ കന്നഡ ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോവും. അവിടെ ഞങ്ങൾ അന്യഭാഷ പരിചയമില്ലാത്ത ആളുകൾക്ക് ഞങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു.
തുടർന്ന് കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഒരു ഓർഫനേജിൽ ഞങ്ങൾ പൈസ കൊടുത്ത് ഞങ്ങൾ അവിടുത്തെ ചെറിയ കുട്ടികളെ സഹായിക്കും. അതോടൊപ്പം തന്നെ വഴിയിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണം നമ്മൾ മേടിച്ച് കൊണ്ടുപോയി കൊടുത്ത് സഹായം ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അറിയാത്തൊരു ഫാമിലീനെ ഞങ്ങൾ, അതൊരു പ്രായമായ സ്ത്രീയാണ്, അവർക്ക് വേറെ ആരുമില്ല, ഹസ്ബൻഡോ കുട്ടികളോ ആരുമില്ല. അവർ ഇവിടെ കൊല്ലത്താണുള്ളത്. പക്ഷേ ഞങ്ങൾക്കൊരു ട്രെയിനിൽ വെച്ച് കണ്ട പരിചയമുള്ളൂ. എങ്കിലും അവർക്ക് ജോലിക്ക് പോകാനോ ജീവിക്കാനോ ഉള്ള യാതൊരു മാർഗ്ഗമില്ല. അവരെ ഞങ്ങൾ കാശ് കൊടുത്ത് മാസം പൈസ അയച്ചു കൊടുത്ത് സഹായിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അറിയുന്നൊരു ഫാമിലി അവിടെ 5 പേരുണ്ട്. അവർക്ക് ആർക്കും ജോലിക്ക് പോയി ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. അവർക്കും മാസം ഞങ്ങൾ ഗ്രോസറീസ് അങ്ങനെ എല്ലാ സാധനങ്ങളും എല്ലാ മാസവും ഞങ്ങൾ മേടിച്ച് കൊടുത്ത് പറ്റാവുന്ന തരത്തിൽ നമ്മൾ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ചെയ്തുതന്ന എല്ലാ അനുഗ്രഹത്തിനും ഈശോയ്ക്കും അതുപോലെ തന്നെ കൃപാസന മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിനും ദൈവത്തിനും 1000 നന്ദി. എനിക്ക് ബോർഡ് എക്സാമിന് നല്ല മാർക്ക് കിട്ടിയതിന് ഒരുപാട് നന്ദിയുണ്ട് മാതാവിനോട്. അതേപോലെ 18 വയസ്സാകുമ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32:40 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. അനു ബേബിയും കുടുംബവും മാതാപിതാക്കളും മക്കളും ഇവിടെ ഒരുമിച്ച് സകുടുംബം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവാനുഭവങ്ങളാണ് നാം കേൾക്കുന്നത്. എങ്ങനെ തൻ്റെ 20 ലക്ഷം കടം, അതിന് തങ്ങൾക്ക് എങ്ങനെ മറ്റൊരു വാതിൽ തുറന്നു കിട്ടി. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല എന്ന് നാം കേട്ട തിരുവചനം പോലെ ഉടമ്പടി എടുത്ത ആ ക്ഷണം മുതൽ ജീവിതത്തിൽ തങ്ങളുടെ തടസ്സങ്ങളുടെ വാതിലുകൾ മാറി ഇന്നിപ്പോൾ നല്ല ഒരു വരുമാനം ലഭിക്കത്തക്ക രീതിയിൽ 2 വീടുകൾ പണിയുവാനും, തങ്ങൾക്കുള്ള വീട് വിൽക്കണമായിരുന്നു, ആദ്യത്തെ 20 ലക്ഷത്തിൽ നിന്ന് കരയേറുവാനായിട്ട് വീണ്ടും 2 വീടുകൾ പണിയുവാൻ സാധിച്ചു. ഇന്ന് അവർക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നു. അത് അവരുടെ ഏറ്റവും വലിയ ഒരു ബലമായിട്ടാണ് ഇന്ന് ദൈവം അവർക്ക് നൽകിയതെന്നാണ് അനു ഇവിടെ നമ്മോട് പങ്കുവെച്ചത്. ചെറുപ്പം മുതലേ ചെറിയ മകൾക്കുള്ള ഒരു ദുശ്ശീലം, അത് ആ മകൾക്കും ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഒരേ ഒരു പ്രാവശ്യം ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച ആ ക്ഷണം മുതൽ ആ കുഞ്ഞ് അതിൽ നിന്ന് വിമുക്തി നേടിയത്. അതുപോലെ തൻ്റെ മൂത്ത മകൾക്ക് കിട്ടിയ പെർസെൻറ്റേജ്, എഴുതിയിട്ട പെർസെൻറ്റേജ് അതേപോലെ തന്നെ ലഭിക്കുന്നു. എന്നാൽ 95 എബോവ് ഉള്ളവർക്കും അഡ്മിഷൻ കിട്ടാതിരുന്ന സാഹചര്യത്തിൽ തൻ്റെ മകൾക്ക് കിട്ടിയ അഡ്മിഷനും അതിന് ആ കുഞ്ഞാണെങ്കിലും നമ്മോട് ഇവിടെ പങ്കുവെച്ചത് 18 വയസ്സാകാൻ കാത്തിരിക്കുകയാണ് എനിക്കും ഉടമ്പടി എടുത്ത് ജീവിക്കുവാൻ. അതുപോലെ തൻ്റെ ഇളയ കുട്ടി, ആ മകൾക്ക് ഇന്ന് ആ സ്കൂളിൽ, തനിക്ക് ആദ്യമുണ്ടായിരുന്ന സ്കൂളിൽ പഠിക്കാൻ പറ്റാതെ വന്ന സാഹചര്യം, വീണ്ടും ഒരു സ്കൂള് അമ്മ മാതാവ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സ്കൂളായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. പിന്നീട് ആ സ്കൂളിൽ ആ കുട്ടിക്ക് കിട്ടിയ അംഗീകാരവും ഇന്ന് സ്പോർട്സിൽ റൈഫിൾ ഷൂട്ടിങ്ങിൽ പ്രീ നാഷണൽ ലെവൽ വരെ ആ മകൾ എത്തിയിരിക്കുന്നു. ഇനി നാഷണൽ ലെവലിലേക്കാണ് ആ കുട്ടി പോകേണ്ടത്. അങ്ങനെ ഇന്ന് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള, മറ്റ് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ കിട്ടാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നൊരു അമ്മ സെലക്ട് ചെയ്ത സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയും അവിടെ ഇന്ന് അവളൊരു സ്റ്റാറാണെന്നാണ് നാം ഇവിടെ കേട്ടത്. അങ്ങനെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഉടനടി അനുഭവങ്ങളാണ് നമുക്കിവിടെ ഓരോ സാക്ഷ്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഉടമ്പടി ഒരിക്കലും അറിവിൻ്റെ അതിശയത്തിൻ്റെ ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് തീഷ്ണതയുടെയും ജ്ഞാനത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ആന്തരിക ആത്മാവിലുള്ള ആത്മീയ യാത്രയാണ്. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം പറയുക, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. ഈ രക്ഷ കണ്ടെത്തലാണ് ഇന്ന് ഉടമ്പടി അനുഭവമായിട്ട് എല്ലാവർക്കും മാറുക. ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയും അതുപോലെ തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതൊക്കെ എങ്ങനെയാണ് ഈ കുടുംബം ഇന്ന് ചെയ്യുന്നത്? അതിന് അനുവാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അനുവിൻ്റെ മമ്മിയും ഉടമ്പടി എടുത്തയാളാണ്. ഉടമ്പടി ജീവിതം തൻ്റെ മക്കൾക്കും ഭർത്താവിനും ഒക്കെ
പ്രേരണ നൽകുന്ന രീതിയിൽ ജീവിക്കുവാൻ അനു എത്രമാത്രം അതിന് തീഷ്ണതയുള്ളവളാണ് എന്നുള്ളത് നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയാം. കരങ്ങളടിച്ച് ഈശോയെ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. എൻ്റെ പേര് ഷീബ ജോൺ. ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ അൽഫോൻസ ഫൊറോന ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ജൂൺ 16 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുവാനുള്ള കാരണം, എനിക്ക് 2019 എൻ്റെ ഭവനത്തിലേക്ക് ഒരു വലിയ ദുരന്തം കടന്നു വന്നു. അതിൽ ഞാനും എൻ്റെ കുടുംബവും വലിയ വേദനയിലായിരുന്നു, നിരാശയിലുമായിരുന്നു. പല ധ്യാനകേന്ദ്രങ്ങളിലും ഞാൻ പോയി, എനിക്കതിനൊന്നും നല്ല ഒരു ആശ്വാസം കിട്ടിയിരുന്നില്ല. പിന്നെ ഇവിടെ വരുന്ന ഉടമ്പടി എടുക്കുമ്പോഴും എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടും പിന്നെ ഇവിടെ വന്ന ആശ്വാസം കിട്ടുമോ എന്നൊന്നും എനിക്ക് അറിവില്ലായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന ഉടമ്പടി എടുത്ത് പുറത്തേക്ക് പോയി ബസ്സിൽ കയറിയ ആ നിമിഷം മുതൽ എന്നെ എന്തൊരു ശക്തി നയിക്കുന്നതായിട്ട് എനിക്ക് തോന്നി തുടങ്ങി. പിന്നീട് മാതാവിൻ്റെ സുഗന്ധാഭിഷേകങ്ങളും എല്ലാം അനുഭവിക്കാൻ തുടങ്ങി ഞാൻ. അതിൽ നിന്നെല്ലാം പിന്നെ അച്ഛനെ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ ഈ ദേവാലയത്തിൻ്റെ അറ്റത്ത് ഇരിക്കുമ്പോൾ, പുറകിലിരിക്കുമ്പോൾ അച്ഛൻ വന്ന് എന്നോട് ചോദിച്ചു, എന്താ മോളെ കരയുന്നതെന്ന്. ഇങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വലിയ സമാധാനം കിട്ടി മനസ്സിന്. ഞാൻ ആരോടും ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. പിന്നീട് എനിക്ക് കിട്ടിയ അനുഭവങ്ങളെന്ന് വെച്ചാൽ, എനിക്ക് HCV-C എന്ന വൈറസ് രോഗം ഉണ്ടായിരുന്നു. അത് ജീവിതകാലം മുഴുവനും എനിക്ക് മെഡിസിൻ എടുക്കണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത്. ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് 3 മാസം മെഡിസിൻ കഴിച്ചു. ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ 38 ലക്ഷം വൈറസ് എൻ്റെ ശരീരത്തിൽ നിന്ന് നിർവീര്യമായി. പിന്നീട് ഞാൻ തൈലവും ഉപ്പും ഉള്ളിൽ കഴിക്കുകയും നെഞ്ചിൽ പുരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായി നിർവീര്യമായതാണോ 38 ലക്ഷം വൈറസ് ഉള്ളതാണോ? നിർവീര്യമായി, 38 ലക്ഷം നിർവീര്യമായി. പിന്നീട് വെറും 15 എണ്ണമായി മാറിയത്. അത് ഉടമ്പടി എടുത്തതിന് ശേഷം? ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അത് ഞാൻ ഉപ്പും തൈലവും ഉള്ളിൽ കഴിക്കുകയും തൈലം നെഞ്ചിൽ പുരട്ടുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി വീണ്ടും ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ പരിപൂർണമായിട്ട് പരിശുദ്ധ അമ്മ എനിക്ക് ആ രോഗത്തിൽ നിന്നും മുക്തി തന്നു. എൻ്റെ വീട്ടിലെ പാമ്പുകളുടെയും തേളുകളുടെയും ഉപദ്രവങ്ങളുണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞാൻ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി കൂടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതിൻ്റെ ആ ഉപദ്രവങ്ങളൊന്നും ഇല്ലാതായി. ഒരു ദിവസം ഞാൻ സന്ധ്യപ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത്, ഞാൻ സന്ധ്യപ്രാർത്ഥന ചൊല്ലുമ്പോൾ മുന്നും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പും വിശ്വാസപ്രമാണം ചൊല്ലി തൈലമെടുത്ത് ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ ഞാൻ തേക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം സന്ധ്യപ്രാർത്ഥന ചെല്ലുമ്പോൾ പട്ടി കുരച്ചു. അപ്പോൾ പുറത്താരോ വന്നോന്ന് വിചാരിച്ചാണ് ഞാൻ നോക്കാൻ പോയത്. അപ്പോൾ ഞാൻ ഡോറ് തുറന്ന് കട്ടിലപ്പടി ചവിട്ടി സിറ്റൗട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ ആ കട്ടിലപ്പടിയിൽ എന്തോ ഒന്ന് ചവിട്ടിയതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു പാമ്പായിരുന്നു. അത് ഹാളിലേക്ക് കയറി അത് പത്തി വിടർത്തി നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതെന്നെ കടിക്കാതിരുന്നത് ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് അതിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി വണ്ടി ഓടിച്ച് പഠിച്ചിട്ടുണ്ട്. അത് സ്കൂട്ടി ഓടിക്കും. അപ്പോൾ വീട്ടിൽ ആരുമില്ല. അപ്പോൾ 4 വീലർ ഇതുപോലെ ഒറ്റയ്ക്ക് എടുത്തപ്പോൾ എനിക്ക് വാദത്തിൻ്റെ അസുഖമൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൂട്ടിയിൽ പോകുമ്പോൾ വെള്ളമൊക്കെ തട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ലൈസൻസ് എടുത്തതാണ്. അപ്പോൾ എനിക്ക് കാർ ഓടിച്ച് പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. പള്ളിയിൽ പോകാൻ വേണ്ടി ആണ് ഞാനത് ആഗ്രഹിച്ചത്. അങ്ങനെ വണ്ടി എടുക്കുമ്പോൾ ആക്സിഡൻ്റായി. അതിനുശേഷം എനിക്ക് വണ്ടി എടുക്കുവാനായിട്ട് ഭയങ്കര ഭയമായിരുന്നു.
പിന്നീട് കുറേ നാളത്തേക്ക് ഞാൻ വണ്ടി എടുക്കൂലായിരുന്നു. പിന്നെ ഉള്ളിൽ നിന്ന് ഒരു ദിവസം ആരോ പറഞ്ഞു തൈലം അങ്ങനെ വണ്ടി എടുക്കുമെന്ന്. അങ്ങനെ ഞാൻ കാശുരൂപം വെച്ച് മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചും തൈലം തേച്ചും കാശുരൂപം വണ്ടിയിലെല്ലാം വിശ്വാസപ്പുറം ചൊല്ലി ചുറ്റിനും പ്രാർത്ഥിച്ചൊക്കെ വണ്ടി എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഭയം കൂടാതെ വാഹനം ഓടിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ അടുത്ത അനുഗ്രഹം എന്ന് വെച്ചാൽ അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒന്ന് മാത്രമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ കമ്പനിയിൽ ജോലി കുറവാണ്. അപ്പോൾ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു പറഞ്ഞു. പക്ഷെ ഞാനും ഭർത്താവും ഒരുമിച്ച് വന്നിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഭർത്താവ് പോകുമ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് കയ്യിൽ കൊടുത്തു വിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിസ അടിക്കില്ല എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുന്ന് പറഞ്ഞു ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ഓഫീസിലും ജോലി സ്ഥലത്തും ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 55 വയസ്സ് കഴിഞ്ഞവർക്ക് വിസ അടിക്കില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഫലമായി ഉപ്പൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിസ അടിച്ച് കിട്ടി. ആദ്യത്തെ പ്രാവശ്യം വിസ അടിച്ച് കിട്ടി. അത് പരിശുദ്ധ അമ്മ അവിടെ ചെന്ന് വിസ അടിച്ചതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അവിടെയുള്ള HR-ഉം ഓഫീസർമാരും എല്ലാവർക്കും അതിശയമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? വിസ അടിക്കില്ല എന്ന് പറഞ്ഞതാണ്, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവരെയൊക്കെ അതിശയമായിരുന്നു. പിന്നെ 2 പ്രാവശ്യമാണ് വിസ അടിച്ചത്. ഒരു തവണയല്ല, 55 വയസ്സ് കഴിഞ്ഞിട്ട് 2 തവണ വിസ അടിച്ചു. ഇപ്പോഴും ജോലിയിൽ തുടരുന്നു. ഈ ഒക്ടോബർ വരെ പരിശുദ്ധ അമ്മ വിസ അടിച്ച് തന്നാൽ ഒക്ടോബർ വരെ ജോലി ചെയ്യാൻ ഭർത്താവിന് അവസരം നൽകി. ജോലിയില്ല, ആ കമ്പനിയിൽ ജോലി ഇല്ലാഞ്ഞിട്ടും എൻ്റെ ഭർത്താവിനവിടെ തിരഞ്ഞെടുത്തത് അമ്മ അവിടെ ചെന്ന് വിസ അടിച്ചിട്ടാണ്. ജോലിയില്ല കമ്പനിയിൽ ഓൾറെഡി. എന്നാലും സാലറി ഒക്കെ കിട്ടുന്നുണ്ടോ? സാലറി എല്ലാം ഈ മാസം കൂടി സാലറി കിട്ടി, ഒരു മുടക്കം കൂടാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ജോലി ഇല്ല എന്നാണോ ജോലി കുറവാണെന്നാണോ? ജോലി കുറവാണ്, ഇപ്പോൾ ജോലി ഇല്ല, ഒട്ടുമില്ല എപ്പോഴും. എങ്കിലും ഹസ്ബൻഡിനെ ശമ്പളത്തോടു കൂടി തന്നെ അവിടെ നിൽക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ സഹായിക്കുന്നു. പിന്നെ എനിക്ക് കിട്ടിയ വേറൊരു അനുഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ സഹോദരിക്ക് ഈ ഉടമ്പടിയിലൊന്നും വിശ്വാസമില്ലായിരുന്നു. സഹോദരി എൻ്റെ വീട്ടിൽ വരുമ്പോൾ സഹോദരിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഒരു രാത്രി 9 മണിയൊക്കെ ആയപ്പോഴും ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നു. ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ എൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാനായിട്ട് എണീക്കാറില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റ് വെള്ളം കുടിക്കാനായിട്ട് പോയപ്പോൾ ചേച്ചി കിടന്നിരുന്ന റൂമിൽ നിന്നും ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ ലൈറ്റിട്ട് നോക്കിയപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എടി എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു. നെഞ്ചുവേദന മാറിയിട്ടില്ല, ഞാൻ ഒരു പോള കണ്ണ് പോലും അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം കാശുരൂപം എടുത്ത് ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. ഞാൻ പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലി കാശുരൂപം മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു. പിന്നെ തൈലം എടുത്തിട്ട് ഞാൻ ചേച്ചിയുടെ നെഞ്ചിൽ തേച്ച് കൊടുത്തു. പിന്നെ ജപമാല കട്ടിലിനരികിൽ ഇന്ന് ഞാൻ ചേച്ചിക്ക് വേണ്ടി ജപമാല ചൊല്ലി കാഴ്ചവെച്ചു. ആ ജപമാല ചൊല്ലി തീരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സഹോദരി ഉറങ്ങിപ്പോയി. അത് പിന്നീട് സഹോദരിക്ക് വിശ്വാസമായി. ഇപ്പോൾ ഇവിടെയില്ല, വിദേശത്താണ്. എങ്കിലും എല്ലാ വർഷവും വരുമ്പോഴെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പ്രേക്ഷിതവേല എന്ന് പറയുന്നത് ഞാൻ പത്രങ്ങൾ ആദ്യമെല്ലാം പള്ളികളിലാണ് കൊടുത്തിരുന്നത്. എനിക്ക് നാണക്കേടായിരുന്നു പള്ളിയിലൊക്കെ കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ പള്ളിയിലൊന്നും കൊടുക്കാറില്ല. ഞാൻ ഹോസ്പിറ്റലുകളിലും വഴിയോരങ്ങളിലും ഓട്ടോ സ്റ്റാൻഡുകളിലുമെല്ലാം ആണ് കൊടുക്കുന്നത്. അത് പത്രത്തിൽ വിശ്വാസപ്രമാണത്തിൽ തൈലം തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഇട്ടാണ് ഞാൻ കൊടുക്കാറ്. എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ പറയാറുമുണ്ട്. കൂടുതലും വിജാതിയർക്കാണ് ഞാൻ പത്രം കൊടുക്കാറ്. പിന്നെ ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനവും ആ കൃത്യസമയത്ത് ലൈവായി തന്നെ ഞാൻ കാണാറുണ്ട്. അത് സ്റ്റാറ്റസ് ഇടാറുണ്ട്, ഷെയർ ചെയ്യാറുമുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് പൊതിച്ചോറുകൾ ഉണ്ടാക്കി ഹോസ്പിറ്റലുകളിലും
വഴിയോരങ്ങളിലും എല്ലാം കൊടുക്കും, എല്ലാ ആഴ്ചയിലും. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത്. അത് ആഴ്ചയിൽ ഏതെങ്കിലും ആഴ്ച കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കും. രോഗികളെ കാണുകയും അവർക്ക് കൊണ്ട് സാമ്പത്തികമായിട്ട് എന്നാൽ കഴിയുന്നത് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ആകാശപ്പറവുകളെന്ന അഗതി മന്ദിരത്തിൽ പോകാറുണ്ട്. എല്ലാ ആഴ്ചയിലും പോകും. അവിടെ പോയി അവരുടെ വസ്ത്രങ്ങൾ അലക്കുകയും പാത്രങ്ങൾ കഴുകി കൊടുക്കുകയും സാമ്പത്തികമായിട്ട് എന്നാൽ കഴിയുന്നത് അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. ഇതെല്ലാമാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഈ ഉടമ്പടി ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ഭൂമിയിലുണ്ടോ എന്ന് പോലും എനിക്ക് അറിവില്ലായിരുന്നു. അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇനി എൻ്റെ ആഗ്രഹം മരണം വരെ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം തിരുവചനം അരുളി ചെയ്യുന്നു: സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഷീബ ജോൺ താൻ എങ്ങനെയാണ് തൻ്റെ ജീവിതമാകുന്ന സമുദ്രത്തിലൂടെ തുഴഞ്ഞ് ഇന്ന് ഞാൻ എൻ്റെ ജീവിതം തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്, ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുമ്പോൾ ഈ തിരുവചന ഭാഗമാണ് ഷീബയുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുക. ഉടമ്പടി എടുത്തത് മുതൽ പിന്നീട് തനിക്ക് കിട്ടിയ ശക്തി, ധൈര്യം, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. സമുദ്രത്തിലൂടെ കടക്കുകയില്ലെന്നോ നദികൾ നമുക്ക് തടസ്സമായി വരില്ലെന്നോ ഇതൊന്നുമല്ല. ജ്വാല അത് നിന്നെ ദഹിപ്പിക്കുകയില്ല. ജീവിതത്തിൽ പൊള്ളുന്ന അനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകയില്ലെന്നോ ഒന്നും ബൈബിൾ പറയുന്നില്ല. എന്നാൽ ഇവിടെയൊക്കെ തനിക്ക് കിട്ടിയ ധൈര്യം, തൻ്റെ ജീവിതം ഒരു ദുരന്തമുഖത്തായിരുന്നപ്പോൾ തൻ്റെ കുടുംബം മൊത്തം ആ ദുരന്തത്തിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ ജീവിക്കണമോ എന്ന് പോലും ഒരു തീർച്ചയില്ലാതിരുന്നപ്പോഴാണ് ഷീബ ഇങ്ങോട്ട് കടന്നു വരിക. അങ്ങനെ ഈ മകള് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പിന്നീട് ധൈര്യം സംഭരിക്കുന്നു. താൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ബസ്സിനുള്ളിൽ തന്നെ തൻ്റെ കൂടെ ആരോ ഉള്ളതുപോലെ, തന്നെ ശക്തിപ്പെടുത്തുന്നത് പോലെ തനിക്ക് അനുഭവപ്പെട്ടു. അതാണ് സഞ്ചാരി മാതാവെന്ന് ജനങ്ങൾ വിളിക്കുന്ന, നാം നെഞ്ചിലേറ്റി നടക്കുന്ന കൃപാസന മാതാവിൻ്റെ സാന്നിധ്യം. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ സ്വപ്നത്തിൽ വരുന്നു. എന്താണ് മകളെ കരയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 1984 മുതൽ തുടങ്ങിയ ധ്യാന പ്രസംഗങ്ങളും പിന്നീട് 85 താൻ ഗുരുവായത് മുതൽ, പ്രീസ്റ്റ് ആയത് മുതൽ തുടങ്ങിയ ഓരോ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളും ഇതെല്ലാമാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ നിക്ഷേപങ്ങൾ. ആ നിക്ഷേപത്തിലാണ് ഷീബ ജോണും ഇവിടെ വന്ന് ഒരു ഓഹരിക്കാരിയായി മാറുന്നത്. അങ്ങനെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ നന്മകൾ അച്ഛൻ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെടുവാൻ ഇടയായി. സ്വർഗം സന്തോഷിച്ചു, സ്വർഗം തുറക്കപ്പെട്ടു. അങ്ങനെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കൃപയാണ് ഉടമ്പടി ജീവിതം എന്നുള്ളത്. ആ ഉടമ്പടി ജീവിതത്തിലൂടെ ഇന്ന് അനേകായിരം മക്കളാണ് രക്ഷപ്പെടുന്നത്, അവർ ദൈവത്തിലേക്ക് അടുക്കുന്നത്. നാം ആരും ക്രൈസ്തവരായിട്ട് ജനിക്കാതിരുന്നിട്ടല്ല, പാരമ്പര്യ ക്രിസ്ത്യാനികളാണ് നമ്മൾ. എന്നാൽ എത്രയോ മക്കളാണ് പറയുക, ഉടമ്പടി എടുത്തതിന് ശേഷം അവരുടെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ തങ്ങളൊരു യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കാൻ തുടങ്ങിയത് ഉടമ്പടിയിലൂടെയാണ്. കാരുണ്യ പ്രവർത്തനങ്ങൾ നാം ചെയ്യുന്നവരാണ്.
നാം വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ശാരീരികങ്ങൾ 7, ആത്മീകങ്ങൾ 7 എന്നൊക്കെ നാം പഠിക്കുന്നുണ്ട്. എന്നാൽ അതൊരു പഠനം മാത്രമാകുമ്പോൾ ഉടമ്പടി നമ്മെ ജീവിക്കാനായിട്ട് അനുവദിക്കുകയാണ്. നാം ജീവിക്കുകയാണ് ഉടമ്പടിയിൽ. എങ്ങനെ മറ്റുള്ളവരെ സേവിക്കണം, കർത്താവിനെ പോലെ എങ്ങനെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യണം, അതാണ് ഈ മകൾ ഇന്നിവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ. കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ താൻ എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ മറ്റുള്ളവരിൽ ഈശോയെ കാണാനുള്ള ഒരു കൃപ നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നു എന്നുള്ളതൊക്കെ അനേകം സാക്ഷ്യങ്ങൾ നമുക്ക് അതിന് ഉദാഹരണമായിട്ടുണ്ട്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ പിന്നീട് പാമ്പിൽ നിന്നൊക്കെ സംരക്ഷണം, ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ഉടമ്പടി അനുഭവങ്ങളാണ്. അങ്ങനെ തനിക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ കൃപ നൽകിയ, അതുപോലെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിച്ച, തനിക്ക് തൻ്റെ ജീവിതത്തിൽ HCV-C എന്ന ഹെപ്പറ്റൈറ്റിസ് വൈറസ് അത് ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ വൈറസ് 38 ലക്ഷം വൈറസ് അത് പാടെ ഇല്ലാതാകുന്നു. പിന്നീട് അത് 15 എണ്ണം മാത്രമായി മാറുന്നു. വീണ്ടും അതും ഇല്ലാതാകുന്നു. അതാണ് നാം കേട്ടത്. അങ്ങനെ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഇന്ന് ഷീബ ജോൺ ഈ അൾത്താരയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നാമും അതിന് സാക്ഷികളാണ്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.